ഐസോ റെനോവേറ്റ് എനിക്കൊരു കളി കളിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അവിടെ 30 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് മടി. അവിടെ ഒരു ലെതർ ബോളിന്റെ അലുമിനിയം ടീം ഉണ്ട്. അത് ഞാനുണ്ട്, വിളിക്കാറുണ്ട്. എനിക്ക് അവിടെ വരെ പോണെങ്കിൽ ജോർജ് നീ പറങ്ങണ്ട വേണ്ട വേണ്ട. ആ ബോൾ കളിച്ചേ രാജേഷേട്ടാ. ഞാൻ കത്തിക്കുന്നതിന്റെ ബുള്ളറ്റ് ക്യാമ്പസ് കയറി തുമ്പി തുടങ്ങും. അവിടുന്ന് അങ്ങനെയായിരുന്നു. പിന്നെ വർഷം പോയി, അപ്പോഴും സെയിം. പുറത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു. തൊട്ടി കയറി കഴിഞ്ഞോ തുമ്മൽ അലർജി ഉണ്ട്. കോളേജിൽ നിറച്ച് മാറ്റിയതാണ് പൂമ്പൊടി. IAC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ബുദ്ധി ജീവികളാണല്ലോ. ബോർഡ് കാണാം. കമ്പനി BMC പ്രോട്ടീൻ ഷേക്ക് ഒക്കെ അടിച്ചു ഇവിടെ ഒരാള് വെക്കാമോ? അല്ല ചേട്ടൻ വെള്ളം ചേട്ടാ വെള്ളം കുടിക്കുന്നായിരുന്നല്ലോ. അത് ചൂടുവെള്ളത്തിൽ കഞ്ചാവ് വലിക്കുന്നതാണ്. ഒരു ഇല എടുക്കണ്ട എന്തോ സംതിങ് ഫിഷിട്ടാ സംതിങ് കഞ്ചാവൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നു പോലെ. ഗ്രൂപ്പിൽ ഞാൻ ഇടാത്തോണ്ട് ഞാൻ ആംഗ്ലർ എന്നൊരു കമ്പനി ഉണ്ട്. ഞാൻ അവിടെ ഒരു ഡീല് സെറ്റ് ആക്കിണ്ട്. ഞാൻ മിക്കവാറും അതിൽ പൈസ ഒന്നുമില്ല. ബാറ്റ് വാങ്ങിയിട്ട് അത് റെഡി ആയില്ല ബ്രോ. അത് റെഡി ആയില്ല, ക്രാക്ക് ആയി ഓൾറെഡി. എനിക്ക് തോന്നുന്നു 2023 ഉണ്ടാക്കിയ വില്ലോ. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുക. അപ്പം പിന്നെ 2023 ആകുമ്പോൾ വില്ലോ പിന്നെ കുറെ വെച്ചതോ നമ്മൾ ലേറ്റസ്റ്റ് വാങ്ങുമ്പോൾ പിന്നെ അത് 25 ബ്രേക്ക് ആയത്. അപ്പൊ ട്രാക്ക് ഒന്നേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സ്ഥലത്ത് കൊടുത്ത് ശ്യാം അതിന്റെ ജോർജിനെ കൊണ്ടെടുത്തില്ല ആ സ്ഥലത്ത്. അവൻ ആദ്യം 1300 തോന്നി. ഞാൻ 2 ബാറ്റ് കൊടുത്ത്. ഒന്ന് അത് എന്ത് നോക്കുന്ന പോലെ കണ്ടിന്യൂസ് കുറച്ചുകൂടി പ്രഷറിൽ ചെയ്യണം എന്ന് പറഞ്ഞു വില്ലൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അതല്ല പ്രസ് ചെയ്യുന്നില്ല, മെഷീൻ നോക്കിങ് ഓക്കെ. എന്നിട്ട് 1300 പറഞ്ഞു. രണ്ട് പേരും കൂടി. പിന്നെ അത് ലാസ്റ്റ് സൈഡല്ല പിന്നെ ക്ലോസ് ടു മിഡിൽ. ഞാൻ വെറുതെ കുറച്ചുകൂടി വാങ്ങോട്ടെ. നല്ല പൈസ ആണ്. ലാസ്റ്റ് ഓടുന്നില്ലേ, അത് അവന്റെ തലക്ക് പോയി. എന്തായാലും ക്യാമറ ഇവിടെ ഉണ്ട്, നമുക്ക് കമന്ററി പറഞ്ഞല്ലോ. അതല്ല ഇപ്പൊ പറഞ്ഞേ, ആരോടും പറയണ്ട. അല്ല ഞാനൊരു വേണ്ടാത്ത വിളിച്ചല്ലോ, അതുകൊണ്ട് ആരോടും പറയണ്ട. അപ്പൊ ആംഗ്ലർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പൊ ഞാൻ വിളിച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ലൈക്ക് ടു ബൈ എ ബാറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ ലാസ്റ്റ് കുറെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ കൺവിൻസ്ഡ് ആയി. അപ്പൊ ബാറ്റ് പിന്നെ ഞാൻ പാഡൊക്കെ നോക്കി പാറിട്ട് പോലെ പാഡ് വേണമെന്ന്. അപ്പൊ എല്ലാം കൂടി നിങ്ങൾ കാർട്ടിലാക്കിയിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ഡീലിൽ ചെയ്യാമെന്ന്. വെബ്സൈറ്റിൽ പ്രൈസ് ഒന്നും നോക്കണ്ട. അവിടുത്തെ സെയിൽസ് ഹെഡ് ജലന്ധർ പഞ്ചാബ് ബേസ്ഡ് ആണ്. നിങ്ങൾ നോക്കി നോക്ക്. ജലന്ധർ അതിന്റെ എഡിഷനാണ് ഞാൻ നോക്കുന്നത്. ശരിയാ, ഞാനത് വാങ്ങും. അതും 69 ആണ്.
അത് കുറയ്ക്കും 16,900. ഞാൻ പറയുന്നത് നമ്പർ അതിലുണ്ട് 900 or 1000. ഞാൻ പറയട്ടെ. അപ്പൊ പിന്നെ അവർ ഗ്ലൗസ് സ്റ്റോക്കില്ല. അപ്പോഴാണ് പറഞ്ഞ ഹൈദരാബാദ് ബേസ് ഒരു ക്ലബിന് വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ വെച്ച് നമ്മളെ ഇതിൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതല്ല ഡീൽ ക്രാക്ക് ആക്കും. അവനോട് ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞു ഞാനത് സെറ്റ് ആക്കും. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നു മെസ്സേജ് നോക്കും. അവൻ പറഞ്ഞു നിങ്ങൾ SSSG ഒക്കെ എടുക്കുന്നതിന് പകരം ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്റെ ഒരു ദിവസം പറയട്ടെ, ചേട്ടൻ കുറച്ചും ഒരു 10-30 കളി കഴിഞ്ഞ് ബാറ്റ് ഒരു നോർമൽ ബാറ്റ് വെച്ച് കളിച്ചിട്ട് അതിന് ശേഷം പൈസ കൂടെ തന്നെ വാങ്ങിച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും. മിഡിൽ ചെയ്യണം. ഇതിപ്പോ അധികം കളിയില്ല, പെട്ടെന്ന് അത് കുറച്ച് മറ്റേ പഴയ ഇതിന്റെ ഒരു സെക്കൻഡ് ഇങ്ങനത്തെ ബാറ്റൊക്കെ വാങ്ങട്ടെ. 10 ഉള്ളൂ. 3 വട്ടം വാങ്ങല്ലോ മറ്റേ ബാറ്റ്. ആംഗ്ലർ ആർക്കും ഉണ്ട്, ആർക്കും ഉണ്ട്. അത് ഇവിടെ ഇവിടെ ഉദ്ദ പ്രശ്നമാണ്. നല്ല ബാറ്റാണ്. ഒരു ഏരിയയിൽ മാത്രം ഉദ്ദ പ്രശ്നമാവുക. ഇതോ 13 കംഫർട്ടബിൾ നോക്കിട്ട് സെലക്ട് ചെയ്തിട്ട് കുറച്ചിൻ്റെ ഒരു അത് 2 എടുത്തായിരുന്നു. ഇവിടത്തെ ഗ്രൗണ്ടുകളിലൊക്കെ ബോളിന്റെ ക്വാളിറ്റി പാട് 12 ആയിട്ടുണ്ടല്ലേ ബാറ്റ് കൂട്ടാൻ. ഏത് ആംഗിളും ഹിറ്ററാണ് അടിക്കുന്നത്? കില്ലർ എഡിഷൻ ഹിറ്ററിന്റെ നോക്കട്ടെ. ഗുഡ് ഡീൽ ഞാൻ നോക്കാം. ചേട്ടന്റെ ശരിക്കുള്ള പൊസിഷൻ ഏതാണ്? ഞാനും കഴിഞ്ഞ ആഴ്ചത്തെ പറയാം ഓർമ്മിപ്പിക്കല്ലേ. സെക്കൻഡോടെ 20 റൺ അടിച്ചില്ലേ? 100 അടിച്ചു. ഒരു ഗോള് കണ്ണിക്കോടെ പോയത്. അതെ മൊത്തം ബോൾ ഞാൻ തൊട്ട് ഔട്ടാവും കൊണ്ടാണ് കിട്ടുന്ന ഒരു സെൻസ്. അത് ഔട്ടായിട്ട് കാര്യമില്ലല്ലോ. കിട്ടണ ചാൻസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അല്ല അത് ഞാൻ ഔട്ടാവും ജോർജിനെ കണ്ടോ? ജോർജ് ഒക്കെ മാച്ച് ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ബോളിനും ഒരു ലൈസ് ഉണ്ടാവും കളിച്ചത്. അത്ര ബോൾ ഓരോ ബോളിലും ഒരു ഞാൻ അടിച്ചടിക്കാൻ ഓർത്തല്ലോ. 2-3 വിക്കറ്റ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് അടിക്കുന്ന ഇതുമില്ല. പിന്നെ എന്റെ ബോർഡ് പോയി. പിന്നെ മൂട്ടി മിനിമം 50 മിനിറ്റ് ബാറ്റ് ചെയ്യണം. ഒരിടയ്ക്ക് 50-60 തന്നെ റണ്ണാണെങ്കിൽ 50 കൊണ്ട് 10-20. പിന്നെ ആള് മറ്റേ സാധനം മാറ്റി സ്ട്രൈക്ക് റേറ്റ് കയറ്റി. സ്ട്രൈക്ക് റേറ്റ് കയറ്റുമ്പോൾ ഒരു പ്രശ്നം കൺസിസ്റ്റൻസി രണ്ടാമത്തെ ഓവർ ഒക്കെ അടിപൊളിയായിരുന്നു. ബോള് നല്ല ഷേപ്പിലെ വരുന്നത് ഇങ്ങനെ. പുള്ളിക്ക് ആദ്യത്തെ ഓവർ കൊടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ആ ആദ്യത്തെ ഓവർ തന്നെ ലാസ്റ്റ് ബോളൊക്കെ ആയപ്പോഴേക്ക് റെഡിയായി വന്നു. അടുത്ത ആരൊക്കെ അറിയുന്നു? അടുത്തത് നീയും പ്രമിക്കും. ബോള് ഇരുന്നിട്ടല്ല വന്നേ. കിട്ടിയില്ല. അത് ലോങ് ഷോട്ടാണ്. ഒരു ഹോൾഡ് ആയിട്ട് വൈറ്റ് ബോൾ ഉണ്ടോ? വൈറ്റ് ബോൾ അത് തിരിച്ചറിഞ്ഞടാ. ഇല്ല ബ്രോ, ഹാഫ് ആൻ അവർ. അന്ന് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ചുമ്മാ ബ്രോ വന്നിട്ട് വിടുന്നേന്നുള്ളൂ. എനിക്ക് 1 o'clock ഞാൻ ഹോസ്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതായത് പിന്നെ പോയത് അല്ലെങ്കിൽ അത് പോയില്ലെങ്കിൽ ചെയ്യാം. കൊറേ 3-4 കളിച്ചിട്ടുണ്ട്. ഞാൻ കളിച്ചിട്ടില്ല.
ഒരു മത്സരത്തിലാ എങ്ങനെയാ 1-1 1-1 2-1 അല്ല ഏട്ടാ എങ്ങനെയാണ് അവസ്ഥ? 1-1 ആണ് ഉണ്ടായിരുന്നത്. മണ്ണാന്ന് കണ്ട മുട്ടാൻ വേണ്ടി മുട്ടുന്നില്ല ജോർജ്. പിന്നെ ഇങ്ങനെ മുട്ടുന്നത് താൻ പറയുന്നത് ഏതാ? ഇല്ല, രാജേഷ്. അല്ല ഞാൻ പാലക്കാട്. ചേട്ടൻ പാലക്കാട് എവിടെ? പാലക്കാട് നെന്മറ വഴി. നെന്മാറ. ഓക്കെ വെല്ലങ്കി. കല്ലങ്കി അവിടത്തെ അവിടെ അല്ല അതിന് മുന്നേ ഒരു പാലക്കാടിലാണ് ആൾക്കാരുടെ സംസാരം കേട്ടത്. എന്ത് ഷോട്ടായിരുന്നു? ഇത് വായില് സിംഗിൾ എടുക്കാൻ ഓടിയതായിരുന്നു. അല്ല പിള്ളേർക്ക് ഫുഡ് ഞാനിവിടെ സ്വീഷർട്ട് പിടിച്ചേട്ടാ. എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കട്ടോ. ആ സ്ലിപ്പ് ഷോട്ട് രണ്ടാം ഷോട്ട് സ്ലിപ്പ് ഷോട്ട് പഠിച്ചു എന്നല്ലേ? അല്ല സ്ലീപ്പ് ഷോട്ട് പഠിച്ചു. ധീരജ് ലാസ്റ്റ് മൂന്നിൽ വിളിച്ച് സെറ്റാക്കിയല്ലേ സുധീഷിനെ? ഞാൻ വരും സെറ്റാക്കിയ രാജേഷ് ഉണ്ട് പറഞ്ഞില്ല. മറ്റേ ശങ്കർ സ്റ്റാൻഡ് ബൈ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഇല്ല അത് ഇന്നലൊന്നും പറഞ്ഞില്ല. സ്റ്റാൻഡ് ബൈ പ്രമിതേട്ടാ പറഞ്ഞല്ലോ. മെസ്സേജ് ടച്ചുള്ള ആൾക്കാരല്ലേ ഞാൻ മറ്റേ ആണ്ടില് ചക്രാന്തിയിൽ ബാറ്റ് എടുത്തൊന്ന് തോണ്ടി തുടങ്ങി അതിനല്ലോ അല്ല ഞാൻ റെഗുലർ കാരണം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാനാണെങ്കിൽ ബാറ്റിംഗ് സീന് ഭയങ്കര സീനാണ്. എവിടെയാ എന്താന്നുള്ളൊരു ഫീലിൽ കണ്ടാണ് കളിക്കാൻ. കളിച്ചോ നിനക്ക് അടിക്കാനുള്ള ആൾക്കാരായി അങ്ങനെ കിട്ടണ അവസാനം ഞാൻ ഉപയോഗിക്കില്ലടാ. ലൈഫ് നല്ല ഗ്രൗണ്ട് അവിടെ നല്ല പൈസയാണ്. അല്ലേ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നത് കുത്തുന്നു അവിടെ അവിടെ കുത്തിരിപ്പും അങ്ങോട്ടാ പോയത് ഉറപ്പുണ്ടോ തോന്നുന്നത് അല്ലേ? ഇതിന്റെ ലിങ്ക് ഞാൻ ആരയച്ചെന്നെ. കല്ല് കുത്തിയിട്ട് അവിടെ കുറച്ച് ഉറപ്പുള്ളതല്ല. അല്ല ഇതിന്റെ ലിങ്ക് ഞാൻ ആരായ വാങ്ങിച്ചത്? നേരെ ഇവിടുത്തെ ഷോട്ടില് ഫസ്റ്റ് മിസ്സായത് ശ്യാമിന്റെ ഹെൽമെറ്റാ. ഡബിൾ ഗ്രിപ്പ് അല്ലേ? ഡബിൾ ഗ്രിപ്പ് അല്ലേ? അവനാ ചെരുപ്പില് ഷട്ടിലൊരു പേര്. ഇത് ഷാമിന്റെ അല്ല, ഇത് മറ്റേ കൗസുന്റെ. കൗസുവിന് എത്ര ചെറുതാ. ആ കൗസുന് ചെറുതായിട്ട് ഷാമിന് കൊടുത്തു. എന്നിട്ട് ശ്യാം അത് ശ്യാമ് എന്നിട്ട് റോയിക്ക് കൊടുത്തു എന്റെ ഇന്നഡാൻസിന്. റോയി പോയപ്പോ അത് എന്റെ കാറിലിട്ടിട്ട് പോയി. 2 ഹെൽമെറ്റ് എന്റെ കാറിൽ എടുക്കുന്നതാണ്. ഒരെണ്ണം ഒരു ഇതുണ്ടല്ലോ നിക്കോളസിന്റെ, എന്നിട്ട് അത് ഇവന് കൊടുത്തു, റിജിലിന് കൊടുത്തു. ആ സമയത്ത് എന്റെ ഹെൽമെറ്റ് ഉണ്ട്. എന്റെ ഹെൽമെറ്റ് ഷാൻസിന്ന് ഞാൻ അടിച്ചിട്ട് പോയി. എന്റെ ബാഡ് പോയിടും. ബാഡ് പോയി. എന്റെ ഗ്ലൗസും ഇതും കൂടി അല്ല ബാഗ് നിർത്തോണ്ട് പോയി. ബാഗിന് ബാഗ് നിർത്തോണ്ട് പോയി. ഇതിപ്പോ ഈ എന്നിട്ട് വേറെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നപ്പോ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അതൊക്കെ കാറ് കൊണ്ടുവരുന്ന തന്നെ. എടുത്ത് കൂട്ടിയിട്ടായിട്ടുണ്ട്. ടഫ് ക്യാച്ച് ആണ് പിടിക്കുന്നു.
വിക്കറ്റ് കൊടുക്കല്ലേ ആ ഐസക്കിനെ ഒന്ന് പറഞ്ഞു കളിപ്പിട്ടോ. നീ ആരോടാ പറയുന്നത്? ആക്ച്വലി ബാറ്റിംഗ് ബാറ്റിംഗ് കുറയില്ല പറഞ്ഞാൽ നിന്ന് അടിക്കുന്നില്ല എന്നൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 കണ്ടപ്പം ചാടിക്കാൻ രണ്ടാമത് അത് ഓഫിലടിക്കാണ്ട് പോകാൻ കളിക്കാൻ നോക്കില്ല. എടുത്തെടുത്ത് വരുന്നുണ്ടല്ലോ. ആ അതാണ് കയറും അങ്ങനെയാണ് കയറും. 12 അല്ലേ? 11 ഒരാൾ എക്സ്ട്രാ ബാറ്റിംഗ് കയറും. അവിടെ റിസർച്ച് ഹാൻഡിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലൈഫിട്ട് ഹാൻഡിൽ ആദ്യം സാർ ഓക്കെ ക്യാമറ തട്ടിയിട്ട് ടീം സെറ്റ് ആക്കില്ല. ഇങ്ങനെ യൂട്യൂബിലിടും കാണാം. ആ അതെ അതെ അത് നമ്മുടെ നോക്കിയിട്ടിരിക്കും അവൻ ചാടുന്നു. കുറച്ച് നിൽക്കിട്ടോ. ദീപ കേട്ടാ പാഡേ നിങ്ങൾ എത്ര വേണം മുട്ടിക്കോ. 30 ബാറ്റ് ചെയ്യണം. നിങ്ങളോടാട്ടോ പറഞ്ഞു 30 ബാറ്റ് ചെയ്യണം. ആ കുറച്ച് സ്ലോ ആയിട്ട് പോകും. ഇവിടെ പാഡ് കളിക്കാൻ പറ്റുന്ന അടി വാങ്ങാൻ സമയം വന്നിട്ട് പോയിട്ടുണ്ട്. നാളെ ഞാൻ കളിക്കുന്നില്ല. ഞാൻ ആഴ്ച ഒരിക്കൽ കളിക്കാൻ പറ്റും. സാറ്റർഡേ സൺഡേ ഫ്രീ ആവാലോ. അതെ മോൻ ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ട്. മെയിനായിട്ട് അതിനെ കൊണ്ടുപോകണം. അവിടെ നെൽകൊണ്ടോ സ്പോർട്സ് ക്ലബ് ശേഷം അവരും പാർട്ട്ണർഷിപ്പ് വന്നു. പാർട്ട്ണർഷിപ്പ് വന്നാൽ ഫണ്ട്സ് എന്തായാലും വരുന്നുണ്ടല്ലോ. എവിടെ പറഞ്ഞതാ ഐസക്കൂടെ പറഞ്ഞു കളിപ്പിക്കുന്നത്. എത്തി ശരത്തെന്തെങ്കിലും പറഞ്ഞ The day when I don't bowl, I have a superstitious mind. അത് തന്നെയാണ് ഗെയിംസ് എൻ്റെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങള് എറിഞ്ഞ അടികൊണ്ടിട്ട് ഒരു സംഘർഷത്തിൽ ബാറ്റ് ചെയ്യാൻ അതല്ല അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വട്ടം ഡെമിലിനോട് ഞാൻ പറഞ്ഞു. ആക്സിഡന്റ് എടുത്ത് പറഞ്ഞില്ല അത് ബോൾ കാരണം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ അവനെ കഴിക്കാറില്ല. കൊടുത്തത് കൊടുത്തു അത്രേ ഉള്ളൂ. പറഞ്ഞോ അത് കമ്മിറ്റി കൺസിഡർ ചെയ്യോ? ഇത് രണ്ടാമത്തെ വട്ടം ഇത് അടുപ്പിച്ചു. കഴിഞ്ഞ മാച്ച് ഇവിടെ ഡക്ക് മറ്റേ ആ ഷട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഇതില്ലേ കളർ പോലെ അത് അവൈലബിൾ ആയില്ല. കളിച്ചു നോക്കിയില്ലേ? ഈ റാക്കറ്റ്സ് ഒക്കെ എവിടെ നോക്കണം? റാക്കറ്റ്സ്
BA കോമേഴ്സിന് എടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിപ്പോൾ കൂട്ടി പോകുന്നത് അവിടെ മെയിൻ പിന്നെ ആർമി ഫോഴ്സിൽ മടിവാള താമരക്കര പോകുന്ന റോഡിൽ ഒരു രോഹിത് സ്പോർട്സ് പറഞ്ഞിട്ട് ഗംഗോത്രി സർക്കിൾ പോകണം എനിക്ക് ആ സെൻറ്റ് ജോൺസിൽ നിന്ന് സ്ട്രൈറ്റ് ഗംഗോത്രി സർക്കിൾ പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് രോഹിത് സ്പോർട്സ് പറഞ്ഞത് നല്ല ഡേറ്റ്സാണ്. എന്നാൽ ഇപ്പോൾ ഗെറ്റിങ്സ് അല്ല റാക്കറ്റ് വാങ്ങുന്നുണ്ട്. ഗെറ്റിങ്സ് നമുക്ക് ഓൾമോസ്റ്റ് തരാം. 2 ദിവസം മുന്നേ ശരിയാക്കില്ലല്ലോ. അത് മറ്റേ ടേപ്പ് പൊട്ടിച്ച വടിയില് ചെറുക്കര് വരുന്നുണ്ട്. ബോളിംഗ് മെഷീന് പോയിട്ട് ഫിറ്റിംഗ് ടേപ്പ് പൊട്ടിച്ചാൽ മതി. ഞാനിത്ര വിട്ടത് മറ്റേത് കുറച്ചും കൂടെ ഞാൻ എന്തോ 85 Good shot, good shot. അന്ന് കളിച്ചിട്ട് തന്നെ മറ്റേ ഒന്നിന്റെ റെഗുലർ ചെറുതായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. രണ്ടാഴ്ച മുന്നേ ഇതുപോലെ നന്നായി ബാറ്റിംഗ് നിങ്ങളെ ഭാഗ്യത്തേട്ടാ. അന്ന് ക്രാഷ് ആയോ കഴിഞ്ഞ 3 കളി ഇല്ല. ഇവിടെ അവര് ബാറ്റുമ്പോൾ റണ്ണ് വന്നില്ല. രണ്ട് ഫോട്ടോ ഓപ്പൺ സോഴ്സ് അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ട്, അത് നിറയുന്നത് അങ്ങനെ ടാങ്ക് ഉണ്ട്. നിങ്ങളും പാട്ട് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി ക്ലാസ് ആണ്, ടെക്നീഷ്യൻ ക്ലാസ് ആണ്. പക്ഷെ നീ തിരിച്ചു വരില്ല കേട്ടോ. എനിക്കുണ്ട്. പക്ഷെ ജോർജ് സാറും ദീപമാണ് കുറെ നേരം നിന്ന് കളിക്കാനുള്ള പേഷ്യൻസ് ഉണ്ട് രണ്ടുപേര്. ആ മൊത്തം വില്ലേജിൽ പോകുന്നത് ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി ശോഭയിലെ വാദം മത്തൂറ നാളെ കളിക്കുന്നുണ്ടോ? ഒരുമിച്ച് പോയാലോ? ആ വണ്ടി എടുക്കുന്നുണ്ട്, കാർ എടുക്കുന്നുണ്ട്. നാളെ നല്ല ദൂരമാണ് കേട്ടോ, ഒരുപാട് ദൂരം. റോഡ് പണി നടക്കും, അവിടെ ഒത്തിരി ടൈം എടുക്കും. ഏത് വഴിയാ പോവാ? മറ്റേ എനിക്കറിയില്ല, ഞാൻ വന്ന് കാണും. അല്ല പക്ഷെ നിങ്ങൾ ബെല്ലന്തൂർന്നല്ലേ വരുന്നത്? ബെല്ലന്തൂർന്നല്ലേ വരുന്നത്? ബംഗൂരിന്റെ ഉള്ളിലേക്ക് വേണം. അല്ല പക്ഷെ വർത്തൂർ റോഡൊക്കെ ടച്ച് ചെയ്യേണ്ടി വരുമോ നിങ്ങൾക്ക്? അറിയില്ല, നോക്കും. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ കാണിക്കും. ഔട്ടറിംഗ് റോഡ് വഴിയാണെങ്കിൽ പോയിക്കോ. അങ്ങനെ ആണ് ദിവ്യനോട് കാർ കയറിയല്ലോ. ആ അത് മതി. അല്ലേ? ആ അല്ല നിങ്ങൾക്ക് ആ റോഡ് അല്ലെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തോളാം. റോഡിൽ വരികയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോ. മത്തൂര് ഫുള്ള് റോഡ് പണിയാ, അതാ ഞാനിന്ന് ബൈക്ക് എടുത്തത്. അല്ല ഇത് നിങ്ങളുടെ വീട് പോകുന്ന വഴിക്കാണോ? അല്ലല്ല, ആ പണത്തൂർ ഉള്ളിലേക്കാണ്. ഇവരാ വഴിയാ വരുന്നത് ആക്ച്വലി, ബൈക്ക് ഫീൽഡിൽ നിന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാ നോക്കാം, ഞാൻ പറയാം. വഴി നോക്കിട്ട് പറ ഏതാ കാണിക്കുന്നത്. ഞാൻ നോക്കാം. അതെ, ഞാൻ ശോഭയിലേക്ക് വന്നാലും മതിയല്ലോ, അതാ ഇപ്പൊ. മടിവാള സൈഡിലേക്ക് സ്പോർട്സ് പാർക്ക് ആ മടിവാലയല്ല, ഇത് അത്തിവല്ലിന്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ വേറെ മടിവാള പേരുള്ള സ്ഥലം ഉണ്ടല്ലേ? ഈ ഗ്രൗണ്ട് പേര് മടിവാളാണ്. നുവാൻസ് ഞാൻ അഡ്രസ് നോക്കിയാണ്, അവിടെ മടി ഞാൻ ഭർത്തൂർ റോഡ് തന്നെ കാണിക്കുന്നു. ആ ഓൾഡ് മില്ലിന്റെ അവിടെ കയറിയിട്ട് പോകുന്ന റോഡില്ലേ, മനസ്സിലായില്ലേ? ഓൾഡ് മിൽ റോഡ് നിങ്ങൾ ശോഭന്ന് ലെഫ്റ്റ് എടുത്തിട്ട് റോഡില്ല, ശോഭന്ന് ഇറങ്ങിയ ലെഫ്റ്റിലേക്ക് റോഡില്ല, അത് കയറി ഭർത്തൂർ റോഡിൽ കയറുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു KFC ഒക്കെ ഉണ്ട്, പോയിന്റ് കാണിക്കുന്നു.
അതെടുത്താ ഞാൻ ആ വഴിയാ വന്നത്. ഈ വഴിയിലേക്ക് വന്നു ശോഭേന്ദ്രൻ കയറി ഈ ലെഫ്റ്റ് എടുത്ത് ഇവിടെ ഈ വഴിയാണ് ഇവിടെ ചെറുത്തിന്റെ ഉള്ളിൽ ശോഭയോടാ എത്ര മണിക്ക് ഇറങ്ങുക? അവിടെ 1 മണിക്കൂർ 5 മിനിറ്റുള്ള ശോഭയാണ് 6 മണിക്ക് ഇതിനെ ഇറക്കേണ്ടി വരും ഈ വരാതെ പറ്റത്തില്ല കാരണം അവിടെ സമയത്തിന് കളികളില്ല ഇതുപോലെ അല്ല ഇതിന്റെ എവിടെ കട്ട് ചെയ്തത് ചന്താപുര ആശ്രയത്ത് നമ്മള് ചന്താപുരം വഴി കയറി അല്ല അത്തിവല്ല ഇതിപ്പോ അത്തിവല്ല കാണിക്കുന്നത് അത്തിവല്ല വഴിയാണ് തിരിച്ചിങ്ങോട്ട് കയറി ചന്താപുരം ബ്ലോക്കല്ല ഫുള്ള് റോഡ് പണിയാകുമ്പം ഫുൾ ബ്ലോക്ക് എപ്പോഴും ബ്ലോക്ക് എല്ലാ ദിവസവും റോഡില്ല അവിടെ സിംഗിൾ വേ ആയി എന്റെ കളി കണ്ട് പേടിയാവുന്നുള്ളൂ. ബോട്ടമിലേക്കാണ് ദീപക് ജൂനിയർ ആണ് ജെയിൻ ദീപകിന്റെ അടിയിൽ ജെയിൻ ജൂനിയർ KYSC KIOC അതിനെവിടെ ദീപകിന്റെ കേട് അടിയിൽ ജെയിൻ ഇട്ടിട്ടുണ്ട് ദീപക് ജൂനിയർ സീനിയർ 8 കൊല്ലം മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കർണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബൗണ്ടറി രണ്ട് സ്റ്റെപ്പ് ആണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ബോൾ ആ 2 സ്റ്റെപ്പ് ആണെങ്കിലും പുള്ളി ലാസ്റ്റ് ഒരു കുറച്ച് സ്പീഡാ അതിന്റെ ബോൾ ആക്ഷൻ ഇതാണ് പറയുന്നത് എസ്എസ് പോസ്റ്റർ ഇത് വീണ്ടും മുകളിൽ പ്രസ് പിന്നെ പിന്നീട് കുറച്ച് ബ്രേക്ക് ആയിരുന്നു. ഓ വേറെ ബാറ്റിൽ താഴെ പൊട്ടി അത് അല്ലല്ല ഇവിടെ പൊട്ടിയായിരുന്നു. ഞാൻ ഈ സമയം വെച്ചു പക്ഷെ എന്നാൽ ഈ സമയം പയ്യെ വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാനായിരുന്നു. ഒറ്റപ്പാടിന്റെ മറ്റേത് പ്രാക്ടീസാണ്. ഓ അത് അതിൻ്റെ അടി പോയതാ ഒന്നുമില്ല. മറ്റേത് ഇങ്ങനെയായിരുന്നു ഇവിടേക്കായിരുന്നു. ആ അപ്പോൾ പിന്നെ പോയി അത്. എൻ്റെ ഒരു ബാറ്റാണ് നല്ലൊരു ബാറ്റാണ് ഒരു യോക്കർ വന്നു ഈ ഇത്രയും ബോൾ പോഷനുണ്ട് അതിൻ്റെ എന്ന് വെച്ചാൽ ഈ സൈഡിൽ താഴെയും മേളിലും എല്ലാം പൊട്ടൽ വരുന്നുണ്ട്. ഈ സൈഡൊന്നും വരില്ല. ഈ സൈഡ് അത് ഞാൻ പിന്നെ ഇട്ടും കളിക്കാൻ പറ്റും പക്ഷേ ഇത്രയും പോർഷൻ പോയി പിന്നെ ബാറ്റിന് വീട്ടിൽ പോയി പിന്നെ അകത്തൂടെ കമ്പി റെഡല്ല ഇട്ടിട്ട് 3 ഇട്ടാണ് പിന്നെ ത്രെഡായി അതിൻ്റെ കൊണ്ട് ഒരു കോട്ടിങ് ആയി അതാരാ അവിടെ നിർത്ത് തന്നെയാണോ? ഓ അമ്മ അവിടെ നിന്ന് അടിച്ചിരിക്കുകയാണ്. അമ്മ അവിടെ നിന്ന് ഓടി അടിച്ചാൽ എന്തായിരിക്കും?
ഈ പുള്ളിയുടെ നമ്മൾ കുറച്ചും കൂടെ വരുന്നുണ്ട്. പിന്നെ വീട്ടിൽ കയറാമല്ലേ? അല്ല 26 ഞാനല്ലേ ശരത്തിന്റെ കിട്ടാണോ? ഇതിനകത്തും പഴയതല്ലേ ദീപക്കാണ് അടുത്തത് ഞാൻ അത് ശരത്ത് ഇതിന്റെ ബൈക്ക് അവിടെ വെച്ചാലോ? അതിലെടുക്കും. ആ ചെങ്ങായി പുറത്തിരുന്ന് കഴിഞ്ഞ മുകളിൽ ഞാൻ അത് കയറിയിട്ടില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്കുക. അതിന്റെ ചെങ്ങായി കയറിയെന്ന് കണ്ടില്ല. അയാൾ പുറത്തായിരുന്നു. ഔട്ട് സൈഡിലായിരുന്നു. ആ അയാൾ പുറത്തായിരുന്നു. ലോമോഫ് അവിടെ അല്ലല്ലോ. ലോമോണും കൗണ്ടറി ആയിരുന്നു പുറത്തുണ്ടായിരുന്നു. എപ്പോഴും കയറിയെന്ന് കണ്ടില്ല. എന്താ നോക്കുന്നത്? വെള്ളവണ്ടിയുടെ ചാവി എടുത്തില്ല. എന്താ ശരത്തിന്റെ കാർ എന്താ വേണം? അത് എന്റെ അറിയാലോ. അവന്റെ കാറുമായി ഇതാണ്ട് എന്ത് പറയുന്നത്? ശരത്തിന്റെ പറയുന്നത് അത് ഒന്ന് നോക്കോ? ഈ ഇതൊക്കെ റിട്ടേൺ ചെയ്താ എന്തായിരുന്നു ഇതാണോ ശരത്തിന്റെ മൊബൈൽ? ഡ്രൈവ് ചെയ്തതാണ്. കഴിയത്തുള്ളൂ.
ഇല്ല അതിന് ബോൾ ഇങ്ങനെ ഉള്ളിൽ വരില്ലേ എനിക്ക് അവിടെ കളിച്ച് കാര്യമില്ല കാരണം ആ correct സ്പീഡ് കുറയാ കളിക്കേണ്ട സ്പീഡൊന്നും കുറഞ്ഞിട്ട് കാര്യമില്ല അത് എങ്ങനെയാ ഉള്ളിൽ 5-ലൊക്കെ വരുന്ന കാണാൻ നേരെ വിക്കറ്റ് ബോൾ ചെയ്യുമ്പോ അതാ പ്രശ്നം. ലെഗ് സൈഡ് വൈഡ് കുറേ ലെക്കര് പറയുന്നു എന്താ സംഭവം അറിയില്ല. 2 കളി അടുത്ത പാഡ് ഞാൻ പറയാം. എന്നാലും ടപ്പായിട്ടേ ഉള്ളൂ. അത് ആ കവറിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതും ആ ഗ്യാപ്പ് കളിക്കാനുള്ള അവിടെ അറ്ററങ്ങി വീശി കിട്ടണം. ഇത് മുന്നിക്ക് ഇറങ്ങാനും പറ്റില്ല, ബാക്കി ഇറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് കുറവില്ല. നിതീഷ് ഭായ് മാക്സിമം നിൽക്കും കേട്ടോ. ക്രാഷായിട്ടാ പാഡ് ചെയ്ത് 30 ഓവർ കളിച്ച് തീർക്കാൻ ശ്രമിക്കും. ബ്രോ പള്ളിയിലൊക്കെ പോകണ്ടോ? അയ്യോ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക. എവിടേക്ക് പോകണം? എന്താ ചെയ്യണം? ഓൾറെഡി ഫോട്ടോസൊക്കെ ഇരിക്കുക. ഓൾറെഡി ഒരു ബാഡ് ആയിട്ട് നാട്ടിൽ വേറെ വീട് കളിക്കുക. ധീരജ് ഞാൻ പറഞ്ഞ മൈൻഡ് ചെയ്യല്ലോ. പക്ഷേ അല്ല നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊന്ന് ടോപ്പ് ഓർഡറിൽ ബാറ്റിംഗ് ടോക്ക് ദാറ്റ് മച്ച്. അല്ല നിങ്ങളത് പറയണം, പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോട്ട് കംഫർട്ടബിൾ. അല്ല പുള്ളിക്ക് ബോൾ ചെയ്യണം ആയിരുന്നു. ബോൾ ചെയ്തിരുന്നെങ്കിൽ പുള്ളി മൈൻഡ് ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നേന്ന് പറയുന്നു. ഞാനിന്ന് പൊതുവെ ബാറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ബോൾ അവൻ ബാക്കിലേക്കുണ്ടായിരുന്നേ ആ ബോളിൽ വെയിറ്റിലേക്ക് അടിച്ചതാ മയില് ബോള് പോകുന്നില്ല. ബോള് പോകുന്നതല്ല, ബോള് കുത്തിയിട്ട് ഇങ്ങോട്ട് വരിക. സ്ട്രേറ്റ് അടിക്കുന്നതാണ് ഇങ്ങോട്ട്. എന്നാൽ ബോള് അവൻ ഓടിയുടെ സ്പീഡില്ല, കുത്തി കഴിഞ്ഞാൽ വീടില്ല. വീടില്ല ഓട്ടത്തിന്റെ നീ എന്താ കാണിച്ചേ? ഞാൻ മുട്ടൊന്ന് ദിവസം വന്നത്. പക്ഷെ കവറിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ അടിക്കാനുള്ള ബോൾ എത്തില്ല. അത് നോക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നു. നിനക്ക് പുറത്തേക്ക് വരും ലിസ്റ്റ്, ഞങ്ങൾക്ക് അകത്ത വരുമായി. അയ്യോ ക്രോസ് ചെയ്തു. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് സെയിം ബോളായിരുന്നു. നിങ്ങൾ ക്രോസ് കളിച്ചത്. ക്രോസ് കളിച്ചത് അയച്ചിട്ടുണ്ടായിരുന്നില്ല. ബോള് താന്നു. ബോള് താന്നു. ബോൾ അകത്ത് കയറി, അത് ബോള് താന്നു. പക്ഷേ താനില്ലടാ, ബോൾ ഇത് വന്നിട്ടാ കൊണ്ട എനിക്ക്. ചിലപ്പോ ഞാൻ ലോ ഹൈറ്റിലായിരുന്നു. ഒരു സൈഡിൽ തുരുതുരാ വിക്കറ്റ് വിറക്കിട്ട് പിന്നെ ബോൾ വരും നോക്കെ.
ടെംപ്റ്റീനെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ കാര്യമില്ല തീരെ. ടെംപ്റ്റീനെ ഫോളോ അടിക്കാൻ കഴിഞ്ഞു. കുറച്ചും കൂടെ ആ പേസ് ഉണ്ടെങ്കിൽ അത് പോയിരുന്നു. അതാ ത്രോ പറഞ്ഞു പോയി. കുറച്ചേരം നിന്ന് നന്നായിട്ട് റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ വലിയ പ്രശ്നമില്ല, ബോളേഴ്സും അല്ല. ചെറിയ മിസ്റ്റേക്കിലൊക്കെ മതി, അത് മതിയല്ലോ. ആ കഴുത പുള്ളി കയറി കൂടാ. ഒരു ബോള് പുറത്തേക്ക് ഒരു ബോള് പുള്ളിക്ക് കയറുന്നത് കൺഫ്യൂഷൻ. ആ ലോങ് ഫീൽഡറാണ്. ഇപ്പൊ നേരത്തെ അപ്പീലൊക്കെ ചെയ്തിട്ട് ഒട്ടാൻ പറഞ്ഞില്ല. അപ്പൊ കയറിയില്ല. എന്റെ ആ ബോൾ ഇവിടെ ഡോട്ടായപ്പം അവ കയറി വന്നാ തോന്നി. അതിന് അറിയില്ല. എന്റെ ഇവിടെ കൊണ്ടാണ് പോയത് ഗോള്. ഗോളെത്തിയില്ല. ഇവിടെ പോയതല്ലേ? ഞാൻ പറയാം, ഇവിടെ ടച്ച് ചെയ്ത് നോക്കിയില്ല, കുറച്ച് മുന്നേ നോക്കി പോയതല്ലേ. നല്ല ഇതുണ്ട്, പിന്നായിട്ടുണ്ട് ഈ സൈഡ്. ഇവിടെ ഉണ്ട് കുറേ. കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. നമ്മള് സ്റ്റെമ്പിലേക്ക് വെച്ചിട്ടില്ല. സ്റ്റെമ്പിൽ വെച്ചാൽ നമുക്ക് മൂവ്മെന്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സീമിലടിച്ച് മൂവ് ഒരെണ്ണം എന്റെ ഗ്ലൗസും കൊണ്ടത് പുറത്ത് ഫോർത്ത് സ്റ്റെമ്പ് ഫിഫ്ത്ത് സ്റ്റെമ്പ് എന്ന ബോൾ ഇങ്ങനെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനാണ് സിംഗറൊന്നുമല്ല, അവൻ ചുമ്മാ വാരി വെച്ച് ചേർന്നോണ്ടിരിക്കുക. പക്ഷെ കറക്റ്റ് സീമിലടിക്കുന്നുണ്ട്. ആ സീമിലടിക്കും. അണ്ണടി പപ്പ ബാക്ക് പോയി കണ്ട. മൈൻഡ് ഇതാക്കാണ്. ആ അതാണ് കൺഫ്യൂസ് ചെയ്യുന്ന. മുസ്താഖ് അഹ്മദ് നല്ല ഷോട്ടായിരുന്നു. അടി അടിക്കടാ, കോരടാ കണ്ടു കയറ്റി വിടണ്ടേ. ഓവറായിട്ട് സെൻസിബിലിറ്റി കളിച്ചിരിക്കുന്നു. കേട്ടാൻ പറ്റുമ്പോളാ കുറച്ച് കഴിയുമ്പോൾ ബോൾ നന്നായി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ളും അല്ല ഒരുമാതിരി. ജിരിഞ്ഞാട്ടൊന്നും ഉണ്ടാത്ത സെയിം അല്ല നമ്മളോട്ടായി. അല്ല ഞാൻ ഓഫ് അടിക്കേണ്ട ബോൾ ഞാൻ ബംഗളൂർ വെച്ച് ഞാൻ സ്ട്രൈറ്റ് അടിച്ചതാ. അത് അറ്റ്ലീസ്റ്റ് അടിച്ചു. ഞാൻ അടിക്കേണ്ടല്ല. ആ ബോൾ ഫ്രണ്ട് കണ്ടപ്പോ എനിക്ക് അങ്ങ് കൊതിയായി. അത് ഉള്ളിക്ക് വന്നോണ്ടാ. നേരെ ആണെങ്കിൽ സാധനം നേരെ പോകുന്നത്. അതാ ഉള്ളിക്ക് വന്നോണ്ട് അത് പുറത്ത് പോവാണെങ്കിലും പോവത്. ഇത് ഉള്ളിക്ക് വരുമ്പോ നമ്മളടിക്കണ സ്ഥലത്തല്ല ബോള് കൊള്ളുക. ഒരെണ്ണം ഞാൻ ഊഫിലേക്ക് ഡ്രൈവ് കളിക്കേണ്ടി നോക്കിയത് ബോൾ കുത്തിട്ട് പുറത്ത് പോയി. ഇവിടെ ഇവിടെ വന്ന് വീണു. നമ്മള് ഇങ്ങനെ അടിക്കാൻ വേണ്ടി പോകുമ്പോ ബോള് കുത്തിട്ട് ഇരുന്നിട്ട് ഒരു ഹൈറ്റ് ബാക്കിയൊക്കെ ഷോർട്ടാണെന്ന് വിചാരിച്ചപ്പോ പേടിറ്റായിട്ട് ഞാൻ നിന്നിരുന്നെങ്കിൽ പറയിട്ടാണ് ബോൾ. നാളെ കളിക്കില്ലേ? അപ്പൊ നാളെ നീ തന്നെ ഈ തോൽവിയുടെ ഭാരം ഞാൻ എങ്ങനെ പറയില്ലെന്ന്. ഈ വാരം പോകുന്നതിന് മുന്നേ ഒരെണ്ണം കൂടി അത് തോന്നുന്നുണ്ടാച്ച
ഈ പ്രമിതേട്ടനൊക്കെ നല്ല കോൺഫിഡൻസ് വന്നായിരുന്നു അന്ന്. ശ്യാമും നമ്മള് ഒരു 150 പാർട്ണർഷിപ്പ് ഇല്ല, എനിക്ക് ഞാൻ ഉദ്ദേശിച്ചില്ലേ, ഞാൻ ആ സാധനം കയറി വന്നിട്ടില്ല. ഞാൻ പതുക്കെ അങ്ങോട്ട് പോയിട്ട് ഒരു റൺ എടുക്കാം, അല്ലെങ്കിൽ 2 ഒക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര നോക്കിയാലേ പോയിട്ട് ഉള്ളത് കൊടുക്കണ്ടേ. എന്താ പറഞ്ഞേ, ഇതൊന്നും ക്ഷമ ഉണ്ടാവില്ല. അല്ല ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടി കളിക്കുന്നുണ്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം അടിക്കുമ്പോഴായിരിക്കും ഔട്ടതാ ഉള്ള ബോളിൽ അല്ലാത്ത ബോൾ. ചേട്ടാ എന്തൊക്കെയോ ടീക്കി നാളെ കളിക്കില്ലേ? അടുത്ത മറ്റേത് കൂടെ കൊടുത്ത് രാജിക്കത്ത് ഇന്നത്തോടെ 2 മാച്ച് കഴിഞ്ഞ 2 മാച്ച് തൊട്ടുണ്ട്. കഴിഞ്ഞ മാച്ച് ടക്കൾ 4 മാച്ച് അത് ശീലം. അതൊക്കെ 8 ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ കളിച്ചു. അറിയാത്തോണ്ടാ ഡയമണ്ട് ഒക്കെ വരാ ശ്യാമ്. ഓ ശ്യാമ് അവനിപ്പോഴും കുഞ്ഞ് ഓടില്ലാന്നാ പറയണ എന്റെ അടുത്ത്. അല്ല, അവൻ ഉണ്ടാക്കി. അവൻ പകുതി ഓടി, ഞാനും ഓടി, ഞാൻ തിരിച്ചോടിക്കട്. അത് എങ്ങനെ അറിയോ, ഇന്നിങ്സിന്റെ ഫസ്റ്റ് ബോള് ഓപ്പണിങ് ഞാൻ നോൺ സ്ട്രൈക്കർ. അവൻ സ്ട്രൈക്കർ അവൻ ഓടി പകുതി തിരിച്ചോടിക്കും. സോറി ഓടി തോപ്പിക്കണ്ടേ? ഓടി തോപ്പിക്കാൻ റണ്ണൗട്ട് പറയുമ്പോ ശ്യാമിന് എന്റെ മുഖം, എനിക്ക് ശ്യാമിന്റെ മുഖം ഓർമ്മ. നിങ്ങളും ശ്രീരാഗും കൂടെ റണ്ണൗട്ട് ഉണ്ട്. ശ്രീരാഗ് റണ്ണൗട്ട്. ആ ശ്രീരാഗ് ഓവർ കഴിയില്ലേ? ഇല്ല ഇത് നെക്സ്റ്റ് ഓവറാ. ഷോർട്ടായിട്ട് ആടി ഓടില്ല. ഇവക്കെന്താ ഓടി തിരിച്ചു പോകും, ഇവക്കെട്ടാ കേറുന്നില്ല. രതീഷേട്ട 12 ഗോൾ റൺ. ആര് രതീഷേട്ട 12 ഗോൾ കളിച്ചാ? ജോർജ വേണ്ട, മുതലാക്കണണ്ട. മതി മതി, നാല് പോവില്ല. മുതലാക്കുന്ന മറന്നു, ടച്ച് വിട്ടു 2 മാസം ഇല്ല. 58 അല്ല ഈ 4 അടിച്ചപ്പോ കൂടെ ഇല്ല. നീ അന്നത്തേതിന് ശേഷം ഇതന്നെ അവസ്ഥ അല്ലേ? 4 കളി എനിക്ക് 5 കളി റിട്ടയർഡ് ഔട്ട് ആയതുകൊണ്ട് അത് കൂട്ടുന്നില്ല. അത് അന്ന് ഭയങ്കര റൺ റേറ്റ് വേണമായിരുന്നു. ഞാൻ 11 ബോളിൽ 14 കളിച്ചു. നമുക്ക് 12 ഓവറിൽ ജയിക്കേണ്ട കളിയായിരുന്നു. എന്നിട്ട് വരുന്നത് അത് പിന്നെ ലാസ്റ്റ് 2 ഓവറാണ്. റിട്ടയർഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് വിക്കറ്റ് റൺറേറ്റ് വീണ്ടും ഇടിപ്പാവില്ലേ? DLS സ്കോർ മാറില്ലേ? അല്ല, റൺറേറ്റ് സ്കോർ മാറില്ലേ? DLS അല്ല അത്. കളി നമ്മളെന്തായാലും ജയിക്കും. പക്ഷെ 12.4 ബോൾ ജയിച്ചാലേ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, വിക്കറ്റ് റൺറേറ്റിനെ പറ്റിയില്ലേ? DLS മാത്രമേ വരുള്ളൂ അല്ലേ? ജയിക്കാനുള്ള ഇപ്പൊ ഇതുവരെ നമ്മൾ 2 രണ്ടാക്കാൻ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർ രണ്ടക്കും ബോൾസ് ആയി. എല്ലാവർക്കും രക്ഷിക്കാൻ നോക്കിയിരുന്നു. അത് അതിപ്പോ അങ്ങനെയാണ്.
ആളുടെ സ്വഭാവം എങ്ങനെയാ? ഇന്ന് ആക്ച്വലി പുള്ളി കളിയിലൊന്നും ഭയങ്കര സൈലന്റ് പ്രശ്നമുണ്ട്. അല്ല എന്റെ അടുത്ത് പറഞ്ഞു ഷോൾഡറിന് വയ്യ, അപ്പൊ പിന്നെ ഞാൻ ബോളിംഗ് എങ്ങനെ കൊടുക്കുക? പോയി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻ പുള്ളി വിക്കറ്റ് എടുക്കാൻ വേണ്ടി വിക്കറ്റിലേക്ക് ചിലപ്പോൾ ചിലപ്പോൾ അടി കിട്ടും. ആരെ ഫുഡിങ് കഴിച്ചു കൊടുത്തേ? ഓടിക്കോ ഓടിക്കൂടെ? നോക്കി കളിക്കല്ലേ? അത് നോക്കി ഓടി. 20 more hours. 10 hours continuous. 20 hours left. ജയിക്കുന്ന കളി അപ്ലോഡ് ചെയ്യും. ഇവിടെ ഒരാളെ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് അല്ലേ അത്? പറഞ്ഞത് കേൾക്കോ? പിന്നെന്താ മ്യൂട്ടാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. മ്യൂട്ടാക്കിയിട്ട് മറ്റേ രാജേഷിയുടെ എന്ത് തേങ്ങ കാണിക്കണ്ട രാജേഷേട്ടാ? കഴിഞ്ഞ ദിവസം ആളിങ്ങനെ അവിടെ ഉണ്ടായിരുന്നത് ആരെങ്കിലും ഉണ്ടായാ ഇവിടെ? കഴിഞ്ഞ ഇതുപോലെ അടിച്ചു കൊടുത്തു, എന്നിട്ട് കുത്തി കുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാതെ നിൽക്കണ്ടായിരുന്നു. 120. 120. എന്തായാലും ബില്ല് പാഡ് ചെയ്തോ? പിന്നെ എല്ലാവരും പാടി നോക്കാം. നാണക്കേടാവണ്ടടാ. കുറച്ച് എക്സ്ട്രാ ചേട്ടൻ്റെ അവിടെ ഒരു നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം ഭയങ്കരമായിട്ടില്ല. മാറ്റാൻ പറ്റില്ല. നിന്ന് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റില്ല. ക്ഷമ പറഞ്ഞ സാധനം നമുക്കില്ല. ഓപ്പണിംഗ് ആണ്. ബെറ്ററോട്ട് ഓടിച്ചു ചേട്ടാ അയച്ചിട്ടുണ്ടേ എന്റെ പേരുണ്ടോ? എങ്ങനെ ഞാൻ അവരെടുത്ത് പറഞ്ഞു അത് ഞാൻ ചോദിച്ചു വേർക്കൊണ്ട് പോണ്ടി വരില്ലോ എന്ന് പറഞ്ഞത്. എനിക്ക് തന്നെ കിട്ടിയ പണി. ആ ആരൊക്കെ വെച്ചാൽ അവരെ പേരിട്ടാ മതി. പിന്നെ അതായിരിക്കും നല്ലത്. കൊറേ പേര് ആരൊക്കെ ഞാൻ തന്നിട്ടില്ല, തരാം. ഞാൻ ആരൊക്കെ ഉണ്ട്? എത്ര പേരുണ്ടായിരുന്നാട്ടാ? ഞാന് ഒരു മിനിറ്റ് ഞാൻ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ജോർജ്. എന്റെ പേര് ബിനു. ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേ. അഭിനേരി വെച്ചിട്ടില്ലല്ലോ. വേറെ ആറ് പേരെ. ഞാൻ ഒരു കിറ്റ് ഈ ദീപക്കേട്ട കഴിച്ചാ? ആള് കഴിച്ചല്ലോ. നവീനേട്ട കഴിച്ചാ? ഞാൻ ലിസ്റ്റ് ഇട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തോണ. സെറ്റ് ആരെങ്കിലും കൊടുത്തിട്ട് നേരെ അപ്ഡേറ്റ് ചെയ്താൽ ജെറും ബ്രോ കൊടുത്തു. ഇതിന് കടയാണല്ലോ വീട്ടിൽ കയറി ചേരാൻ. നാട്ടിൽ പോവാന്ന് ചെയ്യുന്നതാ. നാട്ടിൽ പോകാൻ 3 ദിവസം കളിക്കണം പറഞ്ഞിട്ട് 4 കളി കളിക്കാതെ വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി തന്നതാ. ഒരു 10-30 രണ്ടയിൽ അടിക്കട്ടെ.
വരുന്നുണ്ട് നാളെ നോക്കി നോക്കി കളിച്ചാൽ സൂക്ഷിച്ച് കളിച്ച് നാളെ അപ്പൊ അത് ഇത്തിരി എഫക്റ്റ് ആവുള്ളൂ ഓട്ടെ പോരുണ്ടാ ജയിപ്പിച്ചിട്ടോട്ടെ ചേട്ടനോട് വിളിച്ചു സുജീഷ വേർക്കാത്ത പാഡില്ല എടുക്കും സ്റ്റോപ്പ് ചെയ്തു ഒരു വിക്കറ്റ് കൂടെ പോകുമ്പോ വേണം പാഡ് കാരണമില്ല നിങ്ങള് അടിച്ചാലേ ഈ കളിയിൽ ജയിക്കുള്ളൂ. നിങ്ങള് കുറച്ച് സിക്സുകളൊക്കെ വന്നു. അത് കുഴപ്പമില്ല. നമ്മള് 150-200 അടിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. വലിയ കൊളാപ്സ് നമ്മളവിടെ എത്തിച്ചാണ്. ഫോട്ടോ അയച്ചോ. ബാറ്റിംഗ് ഗ്രൂപ്പിലിട്ടുണ്ട്. കളിക്കാറുണ്ടോ വിക്കറ്റ് കീപ്പർ? ഞാൻ 10 രൂപ അടിച്ചു രക്ഷപ്പെട്ടു എന്റെ ബോള് എനിക്കൊന്ന് എറിഞ്ഞു അതിനോ കറക്റ്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. പോകുന്നവരൊക്കെ പൈസ മുതലാക്കുക. ബാറ്റിംഗ് കിട്ടില്ലെന്ന് പറയുന്നത് ഞാൻ ആ ടോപ്പോട് പാടില്ല. എല്ലാവർക്കും ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് കുനിയാൻ വേണ്ടി പറഞ്ഞു. ഇതായിട്ട് ജയിക്കും. ഗുഡ് ഗുഡ് ഗുഡ്. മെസ്സേജ് വരുമല്ലോ. മെസ്സേജ് ഒരു ഏത് വീട്ടിൽ ഞങ്ങള് നാട്ടുകാരല്ലേ. ഓ ഞങ്ങള് ഞാനല്ല അതിനെ കൊണ്ടുവന്നേ. എനിക്കും കുറെ മെസ്സേജ് വരും. എന്താ പറ്റിയെന്ന് അത് ഇതായിട്ടാണ് പോകും. വീഡിയോ കണ്ട് പേഴ്സണലൈസ് അങ്ങനെ സംഭവിക്കുന്നത്. ഉള്ളു കയറി വീണാ 10 കൂടിയാ പോയി. 2 കൂടിയാ ഞാൻ കൊള്ളുന്നതിന് പേര് ഔട്ട് കൊടുത്തു. ഞാനുണ്ട് നടുപ്പുറത്തെ എന്താ 1 റൺ ഷോട്ടോ എന്തോ അയാള് പറയുന്നു. വളരെ ഷോട്ടാ. അയാള് നല്ല ബോൾ എത്തുന്നതിന് എന്തോ പറയുന്നു. കുറയ്ക്കാൻ മാത്രം ഇല്ലത്ത് പറയാൻ കൂടെ ഒപ്പിക്കുന്ന ആശ നാളത്തെ ടീം ഒരു എനിക്കറിയില്ല. ഇങ്ങോട്ട് അയക്കണോണ്ട് അങ്ങനെ അയക്കാം. ബ്രേക്ക് വേണം. ചെറുപ്പം വരുള്ളൂ. ഞാൻ ഇന്ന് ബ്രേക്ക് എടുക്കാനുള്ളതാ.
നിങ്ങളെ കൂടെ പള്ളിക്കൂടെ കൂടെ ക്യാപ്റ്റൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്കിന്ന് ബാറ്റിങ്ങിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഏകദേശം ഈസിയായി നമ്മൾ ചേസ് ചെയ്യുന്നു. അല്ലടാ അത് ബോൾ വിചാരിച്ചതിനെക്കാട്ടി ഇതായിപ്പോയി. ലീക്കായില്ല. ഗ്രൗണ്ട് ഉണ്ട് ചേസ് ചെയ്യാൻ വേണ്ടി ജയിക്കുന്നതാണ് ഗ്രൗണ്ട് എല്ലാം ഓക്കെ. അതൊക്കെ ഈസിയായി. ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഈസി ആയിട്ട് പുള്ളി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ വിക്കറ്റ് പോയത് കാരണം ഡെവലപ്പൊക്കെ കളിക്കില്ല. ഞാൻ പോട്ടെ ഈ ക്യാമറ ഞാൻ അവിടെ വാങ്ങിക്കോളാം. ഒന്ന് ആരെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാവോ പുള്ളിയോട്? അതെ അതെ ശരത്തിനവിടെ നിർത്തി. രണ്ടുപേരും ആരും മുമ്പോട്ടും പോകട്ടെ പോലില്ല. ശരത്ത് 3 നീ എന്ത് സ്റ്റാറ്റസ് സ്പ്രേ അടിച്ചാ? സ്പ്രേ അല്ല, തെർമൽ ചെക്ക്. 24.2 കുഴപ്പമില്ല. ഒരു 2 നിക്ക് കൗസ് വന്നല്ലോ. നിക്ക് കൗസ് പോയി വന്നിട്ടുണ്ട്. അത് വേണ്ടെന്ന് ക്യാപ്റ്റൻ പറയുന്നത്. ഡിലീറ്റ് ചെയ്യാൻ മെമ്മറി കാർഡ്. ക്യാമറയുടെ ലിങ്ക് ഓക്കെ വീഡിയോ ചുമ്മാ പറയാം 10 കിലോമീറ്റർ ഉണ്ടോ? അനിയന്റെ വീട്ടിലാണ് വീട്ടിലെല്ലാം ഫാമിലിയിലൊക്കെ അവർക്ക് പോയി ടോപ്പ് ചെയ്തു. അനിയ വീട്ടിലെ കസിന്റെ വീട്ടിലെ അവരുടെ ടോപ്പേക്ക് പിന്നെ ഇങ്ങോട്ട് ചാടി അമ്മയും മോളെ വീട് മാറിയത് ഞാനെടുത്ത പാപ്പനോട് എടുത്താൽ മതിയല്ലോ. MSD അടുത്ത് നമ്മളെ സാരാ ടർഫില്ലേ സാറാ ടർഫ് നമ്മുടെ സാറാ ടർഫ് നേരെ ഉള്ളിൽ അതിന്റെ 100% കയറി വന്ന മേടിച്ചോ വീട് മേടിച്ചോ? അത് ഫസ്റ്റ് ഫ്രണ്ട് ഞാൻ അവനെ കൂടി എടുത്തു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ അവൻ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി എടുത്തതാ. പാപ്പൻ്റെത് ഇത് മഹേന്ദ്ര ആര്യ ചന്ദ്രപുര അകത്തോട്ടുള്ള എൻ്റെത് ശ്രീറാമിന്റെ. അല്ലല്ല അതല്ല ഇത് ലിബർട്ടി സ്ക്വയർ. ആ മഹേന്ദ്രയിലല്ലേ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത്? അതിന് നേരെ ബാക്കില് ഗോൾക്കോൺ ക്ലബില്ലേ? ഗോൾക്കോൺ അതിന്റെ ബാക്കില് ആരാ കളിക്കണേ? ദീപക് ദീപക്കും നവനീത്. മനസ്സിലായി ഞാൻ കളിനെ ഇറങ്ങിയത് കളി കണ്ടിട്ട് ഇറങ്ങിയത്. അവരുടെ 15 മിനിറ്റ് ഉണ്ട് അതാ പോകുമ്പത്തേ തീരുവോ?
പോകുമ്പോഴത്തേക്ക് തീരുമോ? എന്താ ചെയ്യാ? നെഗറ്റീവ് അത് കളി കണ്ടിട്ട് ഇറങ്ങിയത് പെട്ടെന്ന് വരാലോ. അവിടെ പെട്ടെന്ന് വരുമോ ചോദിച്ചാ ഇപ്പൊ വരാം. അതെ. చాలా మంది యాక్చువల్గా ఏంటంటే నేను దాని గురించి ఎంక్వైరీ చేస్తాను. ఎంక్వైరీ చేస్తే ചെറുതാ 1.5 860. ఉంటుంది ఒకవేళ ఏది ఉన్నా కానీ ആ സമയത്ത് വന്നിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞൊന്ന് എടുത്തതാ. సో అదేమైనా ఛాన్సెస్ ఉందా అవన్నీ దాంట్లో ശ്രീരാമിന് വേറെ ഒന്നും വന്നിട്ടില്ല അവിടെ ഉള്ളിലോട്ടുള്ള അത് 301 സൗത്ത് ഈസ്റ്റ്. അത് വന്നിട്ട് അത്തിപ്പള്ളി അപ്പുറത്തോട്ട്. ആരോടാണ് അത്തിപ്പള്ളിക്കുള്ളു പോകണം. അത്തിരൻ്റെ ഉള്ളിൽ ഇത് ടീം ബൊംസാന്റെ ടീമായിട്ട് അവിടെ ഒരു ശ്രീരാമ അവിടെ ശ്രീ ദവാണെന്നും പറഞ്ഞിട്ട് അതിന്റെ ഫോൺ ഉണ്ടാക്കില്ല. നമ്മുടെ സിസ്റ്റർ എടുത്തില്ല డబుల్ చేయాలంటే రియల్ ఎస్టేట్ ആ മഹിന്ദ്രന്റെ അടുത്ത് വേറൊരു ശ്രീരാം പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അതെ അവിടെയാണുള്ളത്. అదేనా അതൊക്കെ നല്ല വലിയ കമ്മ്യൂണിറ്റി. 4 ടവർ ഉണ്ട്. 150 വീടുണ്ട്. 4 ടവർ. അല്ല കുറെ ഇപ്പോ ഒന്ന് എഫ് വരിക്കുണ്ട്, ജി വരിക്കുണ്ട്. ഓക്കെ. എവിടെയാ ശ്രീരാം പ്രോപ്പർട്ടി? നമ്മുടെ MSD ഗ്രൗണ്ടിലെ అవసరానికి അതിനടുത്ത് നമ്മള് സാരാ ടെറസിൽ കളിച്ചോന്ന് അറിയില്ല. അതിന്റെ ഇതെല്ലാം എടുത്ത് വരും. ഫസ്റ്റ് അവിടുത്തെ ഒരു 3-4 കിലോമീറ്റർ അല്ലേ പ്രവിധ എവിടെ MSD എന്നത്? അത്രയും നോക്കണത് കൊണ്ടുപോകാൻ പോകടെ പോയെന്ന് ചിലപ്പോ നോക്കി നീ തട്ടിക്കണെങ്കിൽ ചിലപ്പോ സ്റ്റെമ്പ് തട്ടിട്ടുള്ളത്. അതല്ല അവൻ കണ്ടിട്ടില്ല എവിടെയാ പോയതെന്ന്. നേടി ഇത് നമ്മളെ അവരൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് പ്രതികാരം അടുത്ത മാച്ചിലേക്ക് മാറ്റാം. അവരെന്തോ ഡോണിസിനെ ചലഞ്ച് ചെയ്തിട്ടൊക്കെ അതാണ് ഞാൻ അറിഞ്ഞില്ല. ഈ ടീം എന്തോ പ്രീവിയസ് മാച്ചിൽ എന്തോ പ്രശ്നമായിരുന്നു. കൗശിക് ഭായിയെ 6 അടിച്ചിട്ട് എന്തൊക്കെ ഭയങ്കര പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത അതേ ഓർത്തിന് അവന്റെ വിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു പോയി പതി ഓടാൻ. അങ്ങനെ അടിയുടെ അടിയെന്ന് അത്രേ ഉള്ളൂ. അതിൽ അവരെ അവൻ മാത്രം വായിൽ സംസാരിക്കും. അത്രേ ഉള്ളൂ. ക്യാപ്റ്റൻ അടുത്തുണ്ട് ഡോണിസ് പറഞ്ഞിട്ടാണ് എനിക്കിനെ ഓർമ്മ വരുന്നത്. വരുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്ന്. അതിനെക്കാട്ടും വലിയ അടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ. അതല്ല അതിനെക്കാട്ടും വലിയ അടികൾ ഇഷ്ടംപോലെ ആയതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചീള് കേസ്. അത് റബൽ ഭായിയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിലേ അടിയുടെ വഴിയാ കൊടുത്തു. ആ ഹലോ എവിടെയാ പക്ഷേ? അതെ പഴയ വീട്ടിൽ ബാംഗ്ലൂർ തന്നെ ഇപ്പൊ ഗ്രൗണ്ടില്ല. അല്ലല്ല ഞാൻ ഇന്റർവ്യൂ ഇടാൻ വിളിച്ചതായിരുന്നു. അപ്പൊ സിരിയുടെ അടുത്ത് പറഞ്ഞപ്പോ സിരി ആളെ മാറി എന്താ തീരുമാനിച്ചു? എവിടെ എടുക്കേണ്ടത്? പുറത്തു പോകാൻ അവിടെ സൗകര്യം തന്നെയാണോ? സൗകര്യം തന്നെ നിൽക്കോളൂ തീരുമാനിച്ചോ? പോയാലും തന്നെ അതറിയില്ലായിരുന്നു നമുക്ക്. സിയാന അറിയാം. ഓക്കെ ഞാൻ തന്നെ നെറ്റ്വർക്ക് ഇത് എന്താ പറയേണ്ടത്? സിയാനല്ല എൻ്റെ ഒരു വൺ ഓഫ് ദ ഇതാണ് കസ്റ്റമറാ, പാർട്ട്ണറാണ്. ഞാൻ അസ്ട്രിയ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അവിടെ DC നെറ്റ്വർക്ക് ലെയർ 2 വർക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാ ഒന്നാമത്തെ സിയാന എക്യുപ്മെന്റ് അല്ലേ നമ്മളൊന്നാമത്. നീ ഇവിടെ ഇപ്പൊ ബാംഗ്ലൂർ എവിടെ ഉണ്ട് ഇപ്പൊ? അവിടെ മൈസൂർ റോഡ്. ഓക്കെ അതെ 3 ദിവസത്തേക്ക് വന്നു അല്ലേ?
പുള്ളി അടിച്ചിട്ട് പതുക്കെ പോകുന്നുണ്ട്. ഓക്കെ 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 കേറാനില്ല. ഓക്കെ ഓക്കെ ശരി ആ ഹാ ഹാ അതെ അതെ ഓക്കെ ശരി എത്ര വരുമ്പോൾ നേരത്തെ പറ ആ ഓക്കെ നാല് ബ്രോന് 5-4 അടിച്ചത്. 5-4 അടിച്ചത്. ഗോളിസ് വിളിച്ചപ്പോൾ 4-4 ആയി. 4-5-4 ആയി. ഇല്ലല്ല. ആ വെള്ളം കൊടുക്കേണ്ടി വരും അവർ ചോദിക്കുമ്പോ. 17 ഓവറായി, അവർക്ക് വെള്ളം വേണ്ടേ? എത്ര റണ്ണായി? വെള്ളം വേണോ ബ്രോ വെള്ളം വേണോ? എത്ര റണ്ണായി? 91. 17 ഓവറാണ്. കുറെ സ്കോറേഴ്സ് എക്സസ് ഒന്നും ഇല്ല. സ്പിന്നേഴ്സും ഇല്ല. നമ്മൾ അടിച്ച് പുറത്ത് കൊടുക്കും. 3 ദീപക്ക് 4. 4-4 അടിച്ചതാ. 91 for 7 3 ധവനിക്ക് 3 ദീപക് 2 എന്തായാലും 3 തന്നെ ഉള്ളൂ. എല്ലാം ബാക്കിലോട്ടല്ല അവിടെ ഉണ്ടാവും. അതെ അവിടെ 2 ഉണ്ട്. ധരിക്കുന്നില്ലേ ബോൾ എനിക്ക് ഈ ബോൾ കുറെ ഷോർട്ട് ബോൾ കിട്ടി. അതൊക്കെ അടിച്ച് പുറത്തിടായിരുന്നു. കുറെ ഉരുണ്ടുകൂടെ ലക്ഷണം കാണുന്നുണ്ടല്ലോ. നീ കുറെ ഉരുണ്ടുകൂടെ ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഓ പൊടിയാതാ അല്ലേ? കൊട്ടയിട്ട് നിൽക്കുന്ന നല്ല സാധനം കൂട്ടി വന്നാൽ അമ്മ കംപ്ലീറ്റ് 3-4 ബൗണ്ടറി പിടിക്കുന്നില്ല. പക്ഷെ ആ ലെഫ്റ്റി ആദ്യം തന്നെ ഒരു ക്യാച്ച് വന്നിരുന്നു ദീപകേട്ടന്റെ ബോളില്. അതെടുത്തിരുന്നു പറയാൻ പറ്റില്ല. രണ്ടാ ഇതൊക്കെ ചൂടല്ല. നോക്കിട്ടോ മാക്സിമം ഓടി റൺ എടുത്തോട്ടോ. ഈ അടുത്ത കൂടെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഷോർട്ടാ ലവ്ലി അവന്മാര് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കൊണ്ടുപോവാം. ഫില്ല് ചെയ്തോട്ടോ. ഫില്ല് ചെയ്തു. ബാറ്റ് DSC-യുടെ ബാക്കിൽ DSC-യുടെ ഇവിടെ മറ്റു നമ്മളാ വലിയ ആൾക്കാരല്ല. ഇവിടെ വേറെ ടൂർണമെന്റ് മറ്റുണ്ടോ? ഇല്ലല്ലോ. ഹലോ നാലിലല്ലോ. ನಾನು ಹೇಳಿದೆ ನಿಮ್ಗೆ അതുകൊണ്ടാ മഞ്ഞല്ലോ. ടൂർണമെന്റ് അത് അടുത്താഴ്ചയല്ലേ? ഇല്ല അത് അടുത്താഴ്ചത്തേക്കാണ്. എവിടെ ಹೋಗಿಲ್ಲ ಅಂದ್ರೂ ಕೇಳ್ತಾನೆ ನೋಡ കൊറേ നോക്കുന്നുണ്ട്. ശരി ശരി ഓക്കെ ಸರಿ ನೀವು ಹೋದ್ರು ಹೆಂಗ್ ಹೋಗ್ತೀರಾ ಯಾಕೆ ಬೈಕಲ್ಲೇ ಹೋಗಿ ಹೋಗಿ ಏನ್ ಮಾಡ್ತೀರಾ ಹೋಗ್ಬಿಟ್ಟು ಆಡ್ಬಿಟ್ಟು ಹೆಂಗ್ ಆಡ್ತೀರಾ ಯಾಕೆ ಬಿಟ್ಟಲ್ಲ ನನ್ನ ಹತ್ರ ಇದೆಯಲ್ಲ ನಾನೇ ನಿಮ್ಗೆ ಹೇಳ್ದೆ ಫಸ್ಟ್
സോണിലുണ്ട് ഒരു മാച്ച്. ആ മസാലല്ലേ അത് കേക്കിട്ട് അതെല്ലാം കേക്കിട്ട് അതിന് കൊടുത്തിട്ടാ നാളത്തെ മാച്ച് ടൂർണമെന്റ് അല്ല അതെ നാളെ ടൂർണമെന്റാ ഇവിടെ സാറേ ന്യൂവാൻസാ നിനക്കൊക്കെ അതെ നിനക്കടുത്തല്ലേ ചന്തപുരയിൽ ഇന്നും ബ്ലോക്കാ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഇതിന്റെ ഉള്ളിലൂടെ വന്നേ പോകുമ്പോ നോക്കണം ചന്തപുരം നോക്കേ വേണ്ട അത് ഭയങ്കര വർക്ക് ഇല്ലല്ല അത് പറ്റില്ല ആ റോഡ് മോശം നീ പറഞ്ഞ ചന്തപുരം മാർക്കറ്റല്ല മറ്റേ ഫുഡ് മാർക്കറ്റ് ആ വഴി എന്റെ വീട്ടിൽ മുമ്പിലൂടെ പോകണത് MBT സൂപ്പർ മാർക്കറ്റ് റോഡ് മോശല്ലേ ആ ഭയങ്കര റോഡില്ലല്ലോ റോഡില്ല അത് 20 കൊല്ലം മുമ്പ് ഇട്ട റോഡാണ് ഞാൻ അവിടെ 20 കൊല്ലം കൊണ്ടായിരുന്നു ആ ഇതില്ലേ ഇറ്റിന അവിടെ ഞാൻ 20 കൊല്ലം മുമ്പ് താമസിച്ചതാ അപ്പൊ അടിപൊളി റോഡായിരുന്നു ആ അന്ന് ഇട്ടല്ല പിന്നെ ഇട്ടില്ല MBT ബാക്കില സൈഡിലാണ് അടുത്ത് വിടാൻ വേണ്ടത് ഞാൻ ഇവിടുന്ന് വരുമ്പോ ഞാൻ പോയിട്ടുണ്ട് ഇത് ചെറിയ ബ്ലോക്കുകളാ അത് വീടിന്റെ ചെറിയ യൂണിറ്റ്സ് അല്ലേ കാരണം ഞാൻ പോയിട്ടുണ്ട് കാണാൻ വേണ്ടി ഇപ്പോഴല്ല ഒരു 3 വർഷം അത് ജീവൻ എങ്ങനെയുണ്ട് അല്ലേ വഴി വേറെയാണല്ലോ വഴി ഇപ്പുറത്ത് കൂടെ അടുത്താണ് നേരെ അപ്പുറത്ത് അവർക്കുള്ള ആക്ച്വൽ റോഡ് ഇപ്പൊ ഇപ്പുറത്ത് കൂടെ അല്ലേ അല്ല ഇപ്പൊ മെയിൻ റോഡിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മറ്റേ ഇലക്ട്രോസിറ്റി കഴിഞ്ഞിട്ട് അനന്തനഗർ റോഡ് അതിലൂടെ ഞങ്ങളന്ന് പോയി അനന്തനഗർ കയറാം ആ റോഡ് നേരെ വന്നാൽ തന്നപ്പുറത്ത് അവിടെ തന്നപ്പുറത്ത് ഇപ്പൊ 2 നാട്ടുകളുണ്ട് പക്ഷെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ചന്തപുരം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ ആനന്ദനഗർ ഇലക്ട്രോണിക് ഫേസ് 2 MBT നേരെ മുമ്പോട്ട് പോയാൽ സർജപ്പുറം അത് അത് ഏത് ഭാഗത്തോട്ടും കേറാൻ പറ്റും അവിടുന്ന് അയ്യോ അത് നമ്മുടെ പറയാൻ ആൾക്കാർ ബാക്കിയൊന്നുമില്ല നമ്മളെല്ലാം പറഞ്ഞു മതിയായി MLA അടുത്ത് MP അടുത്ത് എല്ലാം പറഞ്ഞു നോക്കി നമ്മളെന്തെങ്കിലും പറഞ്ഞു ഞങ്ങളുടെ കഷ്ടം ശരിയാക്കാൻ അതിന് കൊടുത്തില്ല ഞങ്ങളുടെ കാലിലാക്കി റെഡിയാക്കാൻ അതുകൊണ്ട് വിടുത്തി കഴിച്ചു നമുക്ക് നെക്സ്റ്റ് കളിക്കണ്ട ആ ടെൻഷൻ മാറി ഒരു ടെൻഷൻ മാറി അല്ലേ ഒരു ടെൻഷൻ മാറി 100 ടോണിസോൺ ഞാൻ ഇതിന് മുമ്പാണ് കുറച്ച് ദിവസത്തേക്ക് കാണേണ്ട ആവശ്യമുണ്ടോ അവനെ ക്യാച്ച് എടുക്കുന്നു അതവ എടുക്കുന്നു ചോദിച്ചില്ല ഇല്ല കൊലയുടെ ചെയ്തു ഇപ്പൊ കൊടുത്തു അത് ജഡ്ജ് ചെയ്യാൻ മാത്രം എളുപ്പമല്ല ബാക്കിലോട്ട് ഓടിയിട്ട് ടെന്നീസ് ബോളൊക്കെ ആണോ ലെതർ ബോൾ എങ്ങനെ എടുക്കുകയാണെന്നുള്ളത് 72 130 അല്ലേ അതാണ് കെട്ടുന്ന കാര്യമുണ്ടെങ്കിൽ അതുണ്ടാകല്ലോ ഇവിടെ വേണോ രണ്ട് നിക്കറുണ്ടോ 2 ട്രൗസർ ഉണ്ടോ അല്ലെങ്കിൽ കവർ എന്തെങ്കിലും വയ്ക്കാമോ കുഴപ്പമില്ല സ്പ്രേ അടിച്ചോളാം അല്ല കവർ എടാ ഒരു 30 ഓവർ കളിക്കുന്ന പോലെ മുട്ടിമുട്ടി നിന്നോ
വെറുതെ പറയാം നിനക്ക് ഇഷ്ടമുള്ള വെറുതെ അതെ ഞാൻ 2 നിക്കറിട്ടിട്ടാവുന്ന ഉപയോഗിച്ചത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ എപ്പിയുടെ ഇതെന്തിനാ ഇത് വെച്ചാ ഇത് മാത്രം ചെറിയ കവറൊന്നും ഇതിന്റെ അകത്ത് സാധനം വെച്ചിട്ട് അതിന്റെ അകത്ത് വെക്കാം. ഇതിനുള്ളിൽ വെച്ചിട്ട് മുടക്കിയിട്ടാണ് ഓ അല്ലേ എന്റെ എപ്പിയുടെ കവറുണ്ട് ക്ലിയർ ചെയ്തത് ഈ ടൈമിലാണ് കാരണം മോള് കൂടാറുണ്ട് ഒന്ന് കൊടുക്കാനുള്ളതല്ലേ പോയിട്ട് തല്ലിട്ട് വരാം എന്റെ എത്ര തരുമോ ഇല്ല നിങ്ങൾക്ക് വേറെ ഇത് ഷറഫിന്റെ ബോൾ ഇപ്പൊ താഴെ അവനെയാണോ പാപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വിട്ടുവാ ഇല്ലല്ലോ അതിന്റെ ഇറങ്ങി വിളിക്കാം പത്തിട്ട് ഇത് മൂടോഫ് പോട്ടാ നമുക്ക് 26 നമുക്ക് 30 കഴിഞ്ഞ 4 കളിയിൽ വന്നില്ല അതല്ല സ്റ്റാറ്റസ് ഇട്ട് മോഡൽ ബ്രേക്കപ്പ് ആയ നെക്സ്റ്റ് ഡേ ആണ് ആ എൻമരി അടിച്ചത് റിമെമ്പർ നീ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അന്ന് തന്നെ ആദ്യം ഹെൽമെറ്റ് അത് ഗ്ലൗസ് കുറച്ചുകൂടെ നല്ല ഗ്ലൗസ് ആയിരുന്നെങ്കിലും ഉണ്ടോ ഇത്തിരി മോശമായി അത് കൊള്ളാണ്ട് ഇത് മാറ്റിക്കോളാം ശരി ഞാൻ അതുപോലെ ബാറ്റ് എടുത്തോ ബാറ്റ് കൊടുക്ക ഞാൻ വളരെ വിളിച്ചത് ഇത് നിർത്തല്ലേ അതെടുത്തോ സെറ്റാക്കി കൊണ്ടോ നല്ല കളിച്ചാൽ മതി അതൊരു മായ ഉള്ളെല്ലാം പ്രതീക്ഷിക്കാന്നല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല അല്ല ഓട്ടോ അതിന്റെ മുന്നിൽ കൂടെ ഓടിയാ പോലെയിരുന്നോ അത് പുറകെ അതിനുള്ള സ്പേസ് ഒന്നും ഉണ്ടായില്ല ഓടിയാൻ ബാറ്റ്സ്മാൻ ഉണ്ടായാലും അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ അങ്ങനെ നല്ല ബോളിംഗ് ഒന്നും ഇല്ല നേരത്തെ വിക്കറ്റ് എടുത്തോണ്ട് നമ്മള് കൊറേ വെറുതെ കിട്ടിയതാണ് ഓൾറെഡി 7 വീണില്ലേ അതാണ് നല്ല അടിക്കേണ്ട റൂൾസ് ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്ത് ഒരു 18 ഓവർ ആവട്ടെ എന്ന് വെച്ചാൽ മിണ്ടാണ്ട് പക്ഷെ അതുകൊണ്ട് അവിടെ വന്നിട്ട് കുറച്ചെങ്കിലും അറിയില്ല
ബട്ടർമേൽ മട്ടേ ബോലന്റെ ബോൾ മുമ്പൊക്കെ ഓഫീസ് ടീം കളിക്കുമ്പോ ഞാൻ ഓപ്പോണന്റിനെ 9 വിക്കറ്റ് എങ്ങാനും എടുത്തു. അപ്പൊ ലാസ്റ്റ് വരുന്നവന് ആദ്യമായിട്ടില്ലാത്ത ബോർഡ് കളിക്കുക. ഞാൻ ആദ്യമായിട്ടാ കളിക്കുന്നത്. മെല്ലെ എറിയണം. നാട്ടില് ഹാർട്ട് ടെന്നീസ് കളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അതൊരു കിട്ടേണ്ട സ്ലോട്ട് കിട്ടി ഒരു ഇതെല്ലാം മെത്തേക്കാം ആ ഒരു കട്ട പൈസ ഒന്നും ഇല്ല. ഞാന്ന് പറഞ്ഞാല് വിമ പറഞ്ഞ ഇവരൊക്കെ ഒന്നിച്ച് കളിക്കുന്നത് ഓഫീസ് ടീമാണ്. ഈ 12 പേര് ഏകദേശം എല്ലാ ദിവസവും ഒന്നിച്ച് എങ്ങനെയാണ് ഏത് ടൈമിലാണ് മൈൻഡ് ഉണ്ടാകും കളിക്കണം. ഓൾറെഡി മൈൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ആദ്യത്തെ മൂന്നാല് വിക്കറ്റ് നല്ല ഇതിൽ വന്നു. പിന്നെ അവരാ പാർട്ട്ണർഷിപ്പ് നടുവ് വന്നു. ആ ലെഫ്റ്റിന്റെ ഫസ്റ്റ് ബോള് ഫസ്റ്റ് ഫിഫ്റ്റി എന്നാണ് കളിച്ചിന്. എത്രാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കാറ്റ് കൊണ്ടുപോകുന്ന മാച്ച് പോകുന്നത്? ഇന്ന് മിസ്സായ ക്യാച്ച് കുറച്ച് ഈസി ക്യാച്ച് ആയിരുന്നു തോന്നുന്നു. അതല്ല നമ്മുടെ NBD-യില് ഇവൻ എന്താ പറയേണ്ടത് ദിവ്യൻ ലാസ്റ്റ് ബോളിൽ വിട്ടത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ കയ്യിൽ പോകുന്നത്? പൊട്ടിച്ചോ മുട്ടൂന്നായിരുന്നു. എന്നിട്ട് ആ ബാറ്റ്സ്മാന്റെ തലയിൽ അവിടെ നിന്ന് നേരെ താഴ്ത്തിയിട്ട് വരും. അതാ പ്രശ്നം. അവസാനം താഴോട്ട് അവസാനം താഴ്ത്തി വരും. അല്ല കൗശികരനെ ബാറ്റ് ചെയ്തതിന് ചിലപ്പോൾ യോക്കറായിരുന്നു. ഫ്രീ ഓടിക്കോ ഓടിക്കോ. അവരെല്ലാം പിടിച്ചു, ഒന്നും പെട്ടില്ല. ഫസ്റ്റ് ആ കീപ്പർ വിട്ട ബാക്കിയെല്ലാം ജോർജിന്റെ ക്യാച്ച് വിട്ടില്ലല്ലോ. പിന്നെ കീപ്പറല്ലേ ഡൈവ് ചെയ്തെടുത്തല്ലേ. എന്നുവെച്ചാൽ നമ്മ നേരെ ഇരിക്കാൻ നോക്കിയാൽ ക്ലിയർ ചെയ്യാൻ ഭയങ്കര പണിയാന്ന് തോന്നുന്നു. ഉള്ളിക്ക് പോണത് ലെഗ് സൈഡ് ആദ്യമായിട്ട് ജീവിതത്തിൽ ലെഗ് സൈഡ് ഫോറിൽ അടിക്കുന്നു. അല്ല 15 ആൾക്കാരില്ല. 10 പോയില്ലേ? 10 ഔട്ടായി. ഞാനും ദീപക് ഔട്ടാകുമ്പോ 8, ക്യാഷ് 9, ഞാൻ 10. നല്ല ടേൺ ചെയ്തത് കിട്ടിയ നല്ല സ്ലോ ബോൾ ഇങ്ങനെ അപ്പത്തേക്ക് അത്തേക്ക് ടേൺ ചെയ്ത് ഫുള്ള് ലെഗ് സ്റ്റമ്പിനാമത്തെ ഉണ്ട്. തോന്നെ സർപ്രൈസ് ചെയ്തു. അല്ല അത്രയും സ്പിൻ ആയിരിക്കും വന്നിട്ടുമില്ല. എന്താന്ന് വെച്ചാൽ പേസ് അല്ലല്ലോ ബോളിൽ, അതുകൊണ്ടാണ് ഈ അടിക്കാൻ പറ്റാത്തത്. നല്ല പവറാണ്. എനിക്ക് അവിടെ ആരും അടുത്ത് കിട്ടുന്നില്ല. ബാറ്റിംഗ് നല്ല ഹിറ്റർ. നീലാദ്രി ഇലക്ട്രോണിസിറ്റി ബോളിംഗ് കുറെ വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് നല്ല ഫീൽഡർ. ഫേസ് 1 BG30 നിങ്ങളെ പറ്റിയിട്ടാണ് വരുണോട് പറഞ്ഞത്. ആരോ ഉണ്ട് ഇതല്ലോ. ഞാനുണ്ട്, നൗഫലുണ്ട്, നൗഫലുണ്ടോ? എന്റെ ചേട്ടൻ എവിടെയാ? അങ്ങനെ ഒരു തീരസാണ്. ചോദ്യം ഷോട്ട് ഗുഡ് ഷോട്ട്. മലയാളി ഗ്രൂപ്പില്ലേ?
നിങ്ങൾ ആ അപ്പാർട്ട്മെന്റിലാണോ? നീ അവിടെ സിമിലാരിറ്റി അതെ. ദീപക് തന്നെ ആളാ അവിടെ ഉള്ളത്. ദീപക് ഉണ്ട്, നൗഫൽ ഉണ്ട്, രഞ്ജിത്ത് ഉണ്ട്, ഞാനുണ്ട്. നൗഫല് വഴിയില്ല. ഇല്ല കണ്ടില്ല, കളിക്കാൻ വന്നപ്പോ നൗഫൽ പ്രാക്ടീസ് ഒന്നും പറഞ്ഞില്ല. മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ നൗഫല്? നമ്മുടെ ടീമിലുണ്ടായിരുന്നു കുറച്ച് മാച്ച് വന്നായിരുന്നു. കിടിലൻ പ്ലെയറാണ്, ഒരു രക്ഷയില്ലാത്ത പ്ലെയർ. നമ്മള് ഒരു കളി ഷാൻസിൽ റെഡ് ബോൾ ടൂർണമെന്റ് 208 ജയിച്ചു, 77 സാബിർ റംലേറ്റിനും കൂടി പാർട്ട്ണർഷിപ്പ് 128. നൗഫലും വന്നു 50 അടിച്ചു. ലാസ്റ്റ് ബോളിൽ റംലേറ്റ് 6 അടിച്ചു. കിട്ടുന്ന കളിയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് അതിലോ രക്ഷയില്ല. അത് പോയി. പിന്നെ ഇല്ലേ നമ്മുടെ നിഖില് ശ്രീരാമ മറ്റേ എടാ വെള്ളം വേണോ? ബാറ്റോ? ഇതാണോ? അപ്പൊ നീ ഇതിൽ കളിച്ചില്ലേ? ടെന്നീസിനൊന്നും കളിച്ചില്ല? മലയാള ടൂർണമെന്റ് നിങ്ങളൊക്കെ ഭയങ്കര ക്യാഷ് ടീംസ് ഫുള്ള് പൈസ പൊട്ടിക്കലല്ലേ? ആര് പറഞ്ഞേ? അതല്ല, അത് ഓലൊന്നും കളിക്കാം. ആരാണോ കൂടുതൽ പൈസ ഇവിടെ ഇത്ര പൈസ വന്നിട്ടുള്ളൂ, 500 രൂപ വന്നിട്ടുള്ളൂ. ഞാൻ ഫേസ് 1 ബി ബ്ലോക്ക്. ഫേസ് 1 ഞാൻ ഈ ബ്ലോക്ക്. ഫേസ് 2 ഫേസ് 2 താഴേക്ക് പോയി. ഇതിന്റെ സ്കേറ്റിംഗ് ഏരിയ തൊട്ടടുത്തുള്ള അവിടെ നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ തന്നെ. മൊത്തം ചെയ്യാനില്ല. ഇപ്പൊ നൗഫലൊക്കെ സി ബ്ലോക്ക് ജി, നൗഫല് ജി, രഞ്ജിത്ത് എ ബ്ലോക്ക്. ഞാൻ പറഞ്ഞോട് ഹെഡ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ബാറ്റാണ് ഇപ്പൊ കൊടുത്ത ബാറ്റ്. അവിടുത്തെ ഒരു അപ്പൊ നീ ഇന്നലെ പോയോ നെക്സ്റ്റിന്? വ്യാഴാഴ്ച എത്ര മണിക്ക്? 11 മണിക്കാ. പക്ഷെ ബിനു വന്നപ്പോ 12 മണിക്ക്. അല്ല ബിനു ആ അപ്പാർട്ട്മെന്റാണോ? ബിനു നീലാദ്രിയില്ല. ഞാൻ നീലാദ്രിയിലുണ്ട്. നമുക്ക് അവിടെ ഉണ്ട് ചെന്നഗൌഡ നടത്തുന്ന സ്കേറ്റിംഗും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ഇതുണ്ട്. അവിടെ നെക്സ്റ്റ് ഉണ്ട്. വെറും 1 ഒക്കെ ഉള്ളൂ. ബാലാജി മെഡിക്കൽസ് അതിന്റെ ബാക്കിൽ അമ്പലമുണ്ട് അവിടെ. അവിടെ കൊള്ളാലോ ഇയാള്, കൊള്ളാലോ. ഇതിനല്ലേ ഇപ്പോഴും വിനു പറഞ്ഞ സുജീഷ് 16 നോട്ടത്തിൽ അത് ശരിയാണ്. സ്കോറിന്റെ കാര്യത്തിൽ തിരിച്ചാണ്, പക്ഷെ സ്കോർ കാർഡിൽ അങ്ങനെ അതാ ഞാൻ വിചാരിച്ചു ബിനു അടിക്കുന്ന അങ്ങോട്ട്. നിങ്ങൾ ബിനു അടിക്കുന്നില്ല. ഒരു കളി ബിനു അടിച്ചിട്ടുണ്ട്. വരുന്ന 80-90 നിന്റെ സിക്സൊക്കെ മുന്നിലേക്കാ പോയത്. തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ആ ഫോർ ഇങ്ങോട്ട് ഇടാൻ മതി. നീ പാ പേര് പറഞ്ഞ മാറ്റാൻ ലാസ്റ്റ് മാറ്റാന്നൊക്കെ പറഞ്ഞു. ഇത് മാറ്റില്ല, മാറ്റി. അടിപൊളി. പോയിട്ടില്ല. Hey bro, give it now. You have enough friend. We will take the ball and give you back. ഇവിടെ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പിടിച്ചത് തന്നെ ക്യാപ്റ്റന്റെ ഒരു
അവൻ നമുക്ക് കളിച്ചിരുന്നു 10 ഞാൻ ഒന്നുകൂടി ഇറങ്ങിക്കോട്ടെ. വെറുതെ കിട്ടി. ഇതിനാണ് 3 വിക്കറ്റ് വെറുതെ കിട്ടി. ജെറിന്റെ എന്റെ ശരത്തിന്റെ സൗണ്ടായിരിക്കും പക്ഷെ ബാറ്റിന്റെ ആയിരുന്നു. ഔട്ടല്ലേ? ഔട്ടാന്ന് എഡ്ജുണ്ടായിരുന്നു. സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവന്റെ മുഖഭാവത്തിൽ ഐശ്വര്യ പോയോ? ശരത്തും പോയി. ശരത്തിന് അനിയനും ഭാര്യയും വരുന്നുണ്ട്. അവന്റെ ഭാര്യയും മകന്റെ ആയിരിക്കും. 9 പേർക്ക് ബോളിംഗ് കൊടുക്കാം. ചെയ്തപ്പോ ഞാനും ഐശ്വര്യ സൂപ്പർ സൂപ്പർ നല്ല പവറുണ്ട്. ഒരു കളി 7 ബോളിൽ 20 മിനിറ്റ് അടിച്ചിട്ടുണ്ട് നമുക്ക്. ഒരു ടൂർണമെന്റ്, വൺ ഡേ ടൂർണമെന്റ്. എനിക്കത് കൊണ്ട് കിട്ടും. എല്ലാം വേണം കിട്ടിയത് ഫസ്റ്റ് ബോളിൽ. അടിക്കാറുള്ള ബോളായിരുന്നു ഈ പ്രശ്നപ്പെട്ടായിരുന്നു 2 വർഷം ഈ കാല് ഫ്രണ്ടിൽ വെച്ചിട്ട് ഫസ്റ്റ് ബോൾ അടിക്കേണ്ടി. ഞാൻ കവറിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നോക്കിയതാ. അതന്നെ ആ പരിപാടി അല്ല. കാല് ഫ്രണ്ടിക്ക് വെച്ചിട്ട് ഈ നിനക്ക് ആ ഫസ്റ്റ് 2 വർഷം മുന്നേ നിനക്കുണ്ടായിരുന്നു. ഓർമ്മ ചടമ്പ ചടമ്പ കണ്ണ് കയറില്ലേ? അന്ന് ഞാൻ കുറെ ഡിഫൻസീവ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. പക്ഷെ ഇത് ഞാൻ അടിക്കും കുറച്ചും കൂടെ. അതുകൊണ്ട് ഇപ്പൊ ബൗണ്ടറീസ് വരാറുണ്ട്. അന്ന് സൈക്കിൾ പോയി 82 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ അടി. మంజు వస్తాడు. గ్రౌండ్ 2 ఉంటాయి. ఏదో టఫ్ గ్రౌండ్ మంది. ബാക്കിൽ ആരുമില്ല. നോബൽ അല്ലേ? അവിടെ രണ്ട് പിച്ചല്ലേ? ഹലോ ഹലോ മറ്റേ 6 ഒക്കെ കൊടുത്തില്ല. സുജിഷേക്ക് ഒരു 4 അടിച്ചിട്ടുണ്ട്. കളി അറിയാം. അതല്ല, ഈ ഷോട്ടൊക്കെ അടിച്ച് അത്രയും പറപ്പിക്കണമെങ്കിൽ അത് ചെറിയ പണിയല്ല. അത് ടെന്നീസ് ബോൾ ഒരുമിച്ച് കളിച്ചത്. പുള്ളി അങ്ങനെ ബാറ്റ് ചെയ്യുന്ന കാണില്ല, കീപ്പിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. PSP ആയതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് കളിക്കാറുണ്ടായിരുന്നു. എങ്ങനെയും പോകും. എങ്ങനെയും ഈ 2 കൊണ്ട് വിനോദമായിട്ട് കൊടുക്കുന്നുണ്ട്. 23 കണ്ടേ എല്ലാം കിട്ടിയ ആക്ച്വലി റൺഔട്ട്, ഞാൻ റൺഔട്ട് ആയപ്പോ ബിനുവ സ്ട്രൈക്ക് എടുത്ത്. അതാ പ്രശ്നം പറ്റി. ഞാൻ റൺഔട്ട് ആയില്ലേ, പിന്നെ അവനായിരുന്നു ബാറ്റ് ചെയ്യണ്ടത്. ബിനുവ സ്ട്രൈക്ക് എടുത്ത്. ഞാൻ റൺഔട്ട് ആയില്ലേ, ബിനുവ സ്ട്രൈക്ക് ചെയ്ത്. അമ്പയർ നോക്കിയില്ല. ഓവറായിരുന്നില്ല അല്ലാന്ന് തോന്നുന്നു. അതെനിക്ക് ഓർമ്മയില്ല. അല്ല 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 ഇവന്റെ റണ്ണ് കൂടുന്നില്ല. നമുക്ക് റണ്ണ് കിട്ടുന്നില്ല. പോലെ
പാർട്ട്ണർഷിപ്പ് 21 ഗോൾ 49. 150 കയറിയണ്ട ഇങ്ങനെ പണ്ട് ക്യാപ്റ്റൻ ആയപ്പോ ഇതുപോലെ ഒരു കൊളാപ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൂരാവില്ല. അവസാനം നൗഫലും അടിയോടെ എങ്ങനെയോ 150 എത്തിച്ച്. നൗഫലും എന്താ ഇപ്പൊ ഇങ്ങനെ നടക്കണ്ടേ രണ്ടാക്ക అవునా అప్పట్లో ఆడిపోయింది తీసుకొచ్చారా అన్ని తెచ్చేసిన ഇതും മറ്റോടെ പോയി നോക്കിയേ ഈ രണ്ടെണ്ണം వస్తాడు അതല്ല ഈ രണ്ടെണ്ണം മറ്റോടെ പോയി നോക്കിയേ രണ്ടാളിക്കുന്ന ഒറ്റ പോകുന്നത് తీసుకొని അവര് സ്ട്രൈക്ക് പറയുന്ന പ്രശ്നമായിരുന്നു അവർ വിളിക്കണായിരുന്നു ഇവിടെ പേരൂലല്ലോ കൊണ്ടില്ല കൊണ്ടായിരുന്നേ കയ്യിലായിരുന്നു അങ്ങോട്ടല്ല അങ്ങോട്ട് എത്തുന്നില്ല അല്ലേ? ഈ സൈഡ് ബോളില്ല ബ്രെഡ് ഫേസില്ലല്ലോ അതെ അതെ ഭയങ്കര നല്ല ഫേസുള്ള ചിലപ്പോ അതില് ഇവരെല്ലാം വലിച്ചെടുത്തിട്ട് സർക്കിളിന്റെ ഉള്ളിൽ നിന്നല്ലേ ഓടിച്ചത് അടിക്കാൻ പറ്റില്ല അങ്ങോട്ട് നൈസ് അതാണ് പ്രശ്നം అన్నావు പോയി ഞാനൊരു 30 ഓവർ ഞാൻ കളിച്ചിട്ടുണ്ട് ഫുൾ സ്വിങ്ങിങ് കണ്ടീഷനിൽ അവിടെയുള്ള സംഭവം നമ്മൾ കയറുന്നു 32-6 ഞാൻ കയറുമ്പോൾ ഫുൾ കണ്ണാവിൻ്റെ ബോൾ മൂവ് ആകുന്നുണ്ടായിരുന്നു 30 ഓവർ 149 എടുപ്പിച്ചു സ്പ്രേയാ സ്പ്രേ ഉണ്ടോ ആരെങ്കിലും? 149 എത്തിച്ചിട്ട് നമ്മള് അവരെ 88 ഔട്ടാക്കി నీ బ్యాగ్ లో ఉందా స్ప్రే അവരുടെ കൊടുത്താൽ മതി. വേണ്ട വേണ്ട അപ്പൊ ഇവനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇവൻ കീപ്പറല്ലേ സുധീഷ് ఫీల్డింగ్ వచ్చాయా నైస్ സുധീഷ് അത് കുറെ കളിക്കുന്നത്. അപ്പൊ എന്താ ഫീൽഡിലൊക്കെ അത്യാവശ്യം അതിന്റെ പേഴ്സണൽ പോവാൻ അടിയിലാണ് ബാറ്റിനെ കൊടുക്കില്ല എത്തിച്ചല്ലോ സാറേ